മനുഷ്യർ നോമ്പെടുത്താൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ വായക്ക് സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞവനാണ് അല്ലാഹു. മലക്കുകൾക്ക് ഉറക്കമില്ല, അവർ ഉറങ്ങുന്നവരല്ല, അവർ വിശ്രമിക്കുന്നവരല്ല. എന്നാൽ മനുഷ്യൻ ഒരു നേരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ആ ഉറക്കമിളക്കുന്നതിനെ അള്ളാഹു പുകഴ്ത്തി പറയുന്നു. മലക്കുകൾ ഉറങ്ങാതിരിക്കുന്നുണ്ട്, അള്ളാഹു പുകഴ്ത്തിയോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പാതിരാ നേരങ്ങളിൽ എഴുന്നേറ്റ് എത്ര തണുപ്പുള്ള പകലാണെങ്കിലും വുളൂഎടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ആരാരും അറിയാതെ ആ എഴുന്നേൽക്കുന്ന ആളും അല്ലാഹുവല്ലാതെ മറ്റാരും അറിയാതെ വളരെ സ്വകാര്യമായി നിസ്കരിക്കുന്ന ആ ഒരു നിസ്കാര നേരത്ത് ബെഡിൽ നിന്ന് എണീക്കുന്ന ആ ഉണർച്ചയാണ് അല്ലാഹു പുകഴ്ത്തുന്നത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. കിടപ്പറകളിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണ് എൻ്റെ സത്യവിശ്വാസികൾ. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരെ ആ നേരത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യൻ ഒഴിവാക്കുന്ന കുറച്ചു നേരം ഉറങ്ങാതിരിക്കുന്നതിനെ അല്ലാഹു പുകഴ്ത്തിയല്ലോ. മാലാഖമാർ അവരെ അല്ലാഹു പടച്ചതു മുതൽ അവരെ മരിപ്പിക്കുന്നത് വരെ ഉറങ്ങുന്നവരല്ല. എന്നിട്ട് പോലും അല്ലാഹു അവരുടെ ഉറക്കമിളക്കലിനെ റബ്ബ് പുകഴ്ത്തി പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ഇതിനെ പറഞ്ഞു. നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ജിഹ്വകളിലൂടെ അല്ലാഹു എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥന നടത്തിയിട്ടില്ലേ? സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന മുഅ്മിനീങ്ങൾക്കും ഇനി ലോകാവസാനം വരെ വരാൻ പോകുന്ന വിശ്വാസിനികൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞതിൽ ഞാനും നിങ്ങളും മുഅ്മിനാണെങ്കിൽ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം ഇറാഖിന്റെയും തുർക്കിയുടെയും പരിസര ഭാഗങ്ങളിൽ മെസപ്പൊട്ടേമിയയിൽ ദഅവത്തിന് വന്ന സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹു നാം അറിയാതെ നമുക്ക് നൽകിയില്ലയോ? റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എല്ലാ വിശ്വാസിനികൾക്കും എന്തിനേറെ നമ്മുടെ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുവല്ലോ. നബി തങ്ങളോടാണ് അല്ലാഹു പറയുന്നത്, നബിയേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് നബിയെ നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ആ ഇൽമുണ്ടാവണം. മുഅ്മിനീങ്ങളെ നിങ്ങൾക്കും അറിവുണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് മാത്രമല്ല, ഫഅലം ഹൃദയത്തിനുള്ളിൽ ബോധിക്കണം. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ഈ പ്രപഞ്ചത്തെ പടക്കുകയും എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണപ്പെടാതിരിക്കുകയും നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുകയും നമ്മുടെ റൂഹിനെ ശരീരത്തെ നിയന്ത്രിക്കുകയും പ്രപഞ്ചത്തെ മുഴുവൻ റുബൂബിയത്ത് ചെയ്യുകയും ചെയ്യുന്ന, ഇതിനെ തർബിയത്ത് ചെയ്യുന്ന അല്ലാഹുവാണ് ആരാധനക്കർഹനെന്ന് നിങ്ങൾക്ക് ബോധിക്കണമേ. ഫഅലം, അതൊരു അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിയണമേ നബിയെ. വസ്തഗ്ഫിർ ലിദംബിക, അങ്ങ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണമേ. അങ്ങേക്കും വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സന്തുഷ്ടരായി നിൽക്കുന്ന ഒരു നേരത്ത് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് ഇന്നലി ഇലൈക ഹാജ, നബിയേ എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി എന്ന നമ്മുടെ ഉമ്മയുടെ, ഹബീബിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്, സിദ്ദീഖ് എന്നവരുടെ മോള് മഹദിയായ ആയിഷത്തു സിദ്ദീഖ ബിന്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ. ഇന്നലി ഇലൈക ഹാജ സലീനി യാ ആയിഷ, ആയിഷ നിങ്ങൾ ചോദിച്ചോളൂ എന്താണ് വേണ്ടത്. അതൊരു ശാന്തമായ ഒരു രാത്രിയിൽ
പുണ്യനബിതങ്ങൾ സന്തുഷ്ടരായി നിൽക്കുന്നു. നബിതങ്ങളുടെ മുഖത്ത് സന്തോഷമുണ്ട്. ആ നേരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ തന്നെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളെ വിളിക്കുന്നത്. വീണ്ടും ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവേ എന്നവിടെ വിളിക്കാം. ആയിഷ ബീവി വിളിക്കുന്നത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്നലി ഇലൈക ഹാജ, ഒരു കാര്യം അങ്ങയോട് ഞാൻ പറയട്ടെയോ നബിയെ? തങ്ങൾ വീണ്ടും പറഞ്ഞു, പറയൂ ആയിഷ. 3 തവണ ബീവി ചോദിച്ചതിന് ശേഷമാണ് നബി തങ്ങളോട് കാര്യം പറയുന്നത്. യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ, ഞാനൊരു ചെറുപ്പക്കാരിയാണല്ലോ, അങ്ങയോട് കുസൃതിയിൽ പെരുമാറുന്നവരാണ്. പുന്നാര നബിയെ, അങ്ങ് സന്തുഷ്ടരായി നിൽക്കുന്ന നേരമല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അങ്ങയോട് ചോദിക്കാൻ പറ്റിയ നേരമാണ്. അതുകൊണ്ട് ചോദിക്കട്ടെയോ? അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. ഈ ആയിഷക്ക് അള്ളാഹു പുറത്തു തരാൻ ദുആ ചെയ്യണേ. അതാണ് ചോദിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിയാണത്. ഒരു വസ്ത്രം വേണമെന്നോ, ഒരാഭരണം വേണമെന്നോ, ഒരിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോവല്ലേ എന്നോ അതൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ ബീവി ചോദിച്ചൊരു ചോദ്യം, ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ, അല്ലാഹുവിനോട് നബിയെ എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണമേ. അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ. എന്റെ പാപങ്ങൾ പുറത്തു തരാൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അങ്ങനെ നബി തങ്ങൾ ദുആ ഇറക്കുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുവേ എൻ്റെ ഭാര്യയായ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണമേ, ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണമേ. അന്നേരം സന്തോഷവതിയായി മുഖപ്രസന്നയായി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചപ്പോ പുണ്യനബി ചോദിച്ചു, അസുരിർത്തിയ ആയിഷ, അങ്ങേക്ക് സന്തോഷമായില്ലയോ ആയിഷ? നിങ്ങൾക്ക് സന്തോഷമായില്ലേ? തീർച്ചയായും നബിയെ, എന്തുകൊണ്ട് സന്തോഷിക്കാതിരിക്കണം? വകൈഫ ലാ ഉസർ വഖദ ദഅാലി റസൂലുള്ളാഹ്, ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ തിരുദൂതരല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്. എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ നബിയെ. അതുകൊണ്ട് ഞാൻ വലിയ സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം. അപ്പോഴാ നബി തങ്ങളുടെ മറുപടി, ആയിഷ നിങ്ങൾക്കറിയുമോ ആയിഷ, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി അല്ലാഹുവേ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ പോകുന്ന ഒരു രാത്രിയുമില്ല ആയിഷ. എല്ലാ രാത്രിയിലും എന്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നബിയാണ് ഞാനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടത്രേ എല്ലാ രാത്രിയിലും. അത്രമേൽ അല്ലാഹു നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന വിഷയം, നമ്മുടെ ഒരു മനക്കരുത്തുകൊണ്ട് നമ്മളെ തന്നെ അല്ലാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്താനും നമ്മുടെ ശരീരേച്ഛകളെ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാനും, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാനും, നമ്മുടെ കാതിനെ നിയന്ത്രിക്കാനും, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കുന്നിടത്താണ് തസ്കിയത്ത് നടക്കുന്നത്, നമ്മുടെ സ്വഭാവം നന്നാകുന്നത്. ഹജ്ജ് നടക്കുന്നു, വിശുദ്ധമായ ഹജ്ജ്. പുണ്യനിബിതങ്ങൾ സംബന്ധിച്ച ഒരേ ഒരു ഹജ്ജാണ് ഉണ്ടായത്. ആ ഹജ്ജിൽ ഹബീബിന്റെ കൂടെ 1,23,000-ലേറെ സ്വഹാബിമാർ ഹബീബിന്റെ കൂടെ ഹജ്ജിൽ സംബന്ധിച്ചു എന്നാണ് ചരിത്രം. ഹജ്ജിൽ നടക്കുമ്പോൾ ഓർക്കേണമേ, സ്വഹാബിമാർ പലരും അറിഞ്ഞില്ല ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജായിരിക്കുമെന്ന്. പുണ്യനബി അവരുടെ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് നബി തങ്ങളുടെ പിറകിലിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അബ്ബാസ് എന്നവരുടെ മകൻ ഫദ്ൽ എന്നവർ. അബ്ബാസ് എന്നവരുടെ പ്രസിദ്ധരായ 3 മക്കളാണ്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഫദ്ൽ ഇബ്നു അബ്ബാസ്, മറ്റൊന്ന് ഖുസം ഇബ്നു അബ്ബാസ്. ഖുസം തങ്ങൾ കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഇമാം ബുഖാരി തങ്ങളുടെ അന്ത്യവിശ്രമസ്ഥാനം കിടക്കുന്ന ബുഖാറയിൽ നിന്ന്, ബുഖാറയുടെയും താഷ്കന്റിനെയും ഇടയിൽ സമർക്കന്ദിലാണ് താഷ്കന്റ്, ബുഖാറക്കിടയിലുള്ള താഷ്കന്റിലാണ് ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ ത്വായിഫിലുണ്ട്.
നമ്മുടെ ചരിത്ര പുരുഷൻ, അവരുടെയൊക്കെ സഹോദരൻ, ഇളയ സഹോദരൻ ഫദ്ലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി തങ്ങളുടെ ഒട്ടകപ്പുറത്താണ് നിൽക്കുന്നത്. നബി തങ്ങളോട് പലരും വന്ന് ഹജ്ജിന്റെ സംശയം ചോദിക്കുന്നുണ്ട്. നബിയേ, ഞാൻ കല്ലെറിഞ്ഞില്ല, ഇനി എന്താ ചെയ്യേണ്ടത്? നബിയേ, ഞാൻ എൻ്റെ ഹദീ കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? നബിയേ, ഞാൻ തവാഫ് ചെയ്തില്ല, ഇനി എപ്പോഴാ ചെയ്യേണ്ടത്? ഹജ്ജിന്റെ മസലകൾ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഒട്ടകപ്പുറത്തുണ്ട്. തങ്ങളാണവര്. അബ്ബാസ് എന്നവരുടെ മോനാണ്. അബ്ബാസ് എന്നവര് സ്വഹാബിയ, നബി തങ്ങളുടെ എളാപ്പയാണ്. ആ എളാപ്പയുടെ മോനാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനായ നബി തങ്ങളോട് ഒരു സംശയം ചോദിക്കാൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, തങ്ങളൊട്ടകപ്പുറത്താണ്, ആ പെൺകുട്ടി താഴെയാണ്. അവിടുത്തെ വാപ്പയെ കുറിച്ചാ ചോദിക്കുന്നത്. നബിയെ, എൻ്റെ ഉപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അടുത്ത വർഷം എൻ്റെ ഉപ്പാക്ക് വേണ്ടി എനിക്ക് പകരം ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. പാടുണ്ട്, നിങ്ങൾ ചെയ്തേക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ മഹാനായ ഫദ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം നബി തങ്ങൾ ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നുണ്ട്. ഫദ്ൽ എന്നവർ വലതു ഭാഗത്തുകൂടെ നബി തങ്ങളോട് ചോദിക്കാൻ വന്ന ആ പെണ്ണിനെ നോക്കാതിരിക്കാൻ വേണ്ടി ഫദ്ൽ എന്നവരുടെ മുഖം അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു കൊടുക്കുന്നത് സ്വഹാബിമാർ കാണുന്നു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവരുടെ മുഖം അങ്ങ് തിരിക്കുന്നത് കണ്ടല്ലോ, എന്തേ അതിന് കാരണം? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? റഅയ്തു ശാബ്ബൻ വശാബ്ബ ഫലമ്മ അമൻ അലൈഹിമ ശൈത്വാൻ. ഞാനൊരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും അല്ലേ കാണുന്നത്. താഴെ നിൽക്കുന്നത് ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്. എന്റെ കൂടെ നിൽക്കുന്ന ഫദ്ൽ എന്നവരെ യുവാവാണ്. ആ യുവാവും ആ യുവതിയും കണ്ണുകൊണ്ട് ഹറാമായ ഒരു നോട്ടം അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ പിശാച് വരുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ആ പെണ്ണിനെ നോക്കാതിരിക്കാനാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ഇതൊരു അങ്ങാടിയിലോ ഒരു ഷോപ്പിംഗ് മാളിലോ നടന്ന സംഭവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹജ്ജിന്റെ സമയമാണ്. സ്വഹാബിമാർ മുഴുവനും കരഞ്ഞുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന അറഫ ഭൂമിയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് പിശാച് വരുമോ എന്ന് പേടിച്ചത്. തസ്കിയത്താണത്. നമ്മുടെ കണ്ണുകളെ ആരെങ്കിലും തിന്മകളിലേക്ക് നോക്കാതെ, അത് തന്റെ മൊബൈൽ ഫോണിലാണെങ്കിൽ തന്നെയും, നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ആണെങ്കിലും, സ്ക്രീനിലോ അല്ലാതെയോ ആണെങ്കിലും, അല്ലാഹു അരുതെന്ന് പറഞ്ഞതിനെ നോക്കാതെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, നിങ്ങൾക്ക് അല്ലാഹു അതിന് പകരം നൽകുന്നത് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആരാധനയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ഹറാമിലേക്ക് നോക്കാതിരുന്നാൽ, അതിന് പകരമായി അല്ലാഹു നൽകുന്നത് റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, മാധുര്യമുള്ള സുജൂദിൽ നിന്ന് തലപൊക്കാൻ തോന്നാത്ത വിധം, നോമ്പിന്റെ വിശപ്പിന്റെ കാഠിന്യത്തിലും ആസ്വദിച്ച് നോമ്പെടുക്കാൻ കഴിയുന്ന വിധം, യാത്രാക്ഷീണവും ക്ലേശവും ഉണ്ടായിരിക്കെ തന്നെ ഉംറയും ഹജ്ജും ആനന്ദിക്കാൻ കഴിയുന്ന വിധം അല്ലാഹു നിങ്ങൾക്ക് ഇബാദത്തിന്റെ മാധുര്യം നൽകും. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി കണ്ണുകളെ സൂക്ഷിക്കുകയാണെങ്കിൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദ് അഫ്ലഹ മൻ സക്കാഹ, അല്ലെങ്കിൽ ഖദ് അഫ്ലഹ മൻ തസക്കാ, നിങ്ങൾ ശുദ്ധിയാക്കേണമേ, ശരീരവും നിങ്ങളുടെ സ്വഭാവവും നന്നാക്കേണമേ എന്ന് എത്രയാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ ഒരു നിർദ്ദേശം പാലിക്കലാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം. അതാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന ആയത്തിന് വ്യാഖ്യാനം കൊടുത്തത് ഐ ഇന്നക അലാ ദീനിൻ അദീം, വഇന്നക ലഅലാ ദീനിൻ അദീം. رضي الله عن ابن عباس الذي جعل الدين كله خلقا.
ഇബ്നു അബ്ബാസ് എന്നിവരുടെ തഫ്സീർ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാ പറയുന്ന വാക്കാണത്. റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ്, അബ്ബാസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടട്ടെ. അല്ലദീ ജഅല അദ്ദീന കുല്ലഹു ഖുലുഖാ, ഇസ്ലാം മതം എന്ന് പറയുന്നത് മുഴുവൻ സ്വഭാവ ഗുണങ്ങളാണ് എന്ന് പഠിപ്പിച്ച ഇബ്നു അബ്ബാസ്, നിങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവ ഗുണത്തിലാണ് എന്ന് പറയുമ്പോൾ സ്വഭാവ ഗുണം എന്നത് ദീൻ തന്നെയാണ്. ദീൻ എന്നത് സ്വഭാവ ഗുണമാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചതും ആ ഒരു അല്ലാഹുവിന്റെ അധ്യാപനമാണ്. നബിയേ, അങ്ങയുടെ സ്വഭാവം മനോഹരമാണ്. നബിയേ, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അരികത്ത്, സ്വർഗ്ഗത്തിനുള്ളിൽ തന്നെ ഒരു വീട് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ ജാമ്യം നിൽക്കാം. പുണ്യനബി പറയുന്നു, ലിമൻ തറക്കൽ മിറാ, തർക്കിക്കാതിരിക്കുന്ന ആളുകൾക്ക്, അത് ഫേസ്ബുക്കിലാണെങ്കിലും അല്ലാതെയും തർക്കങ്ങളില്ലാതിരിക്കുക, വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഒരു തർക്കത്തിന് പോവാതിരിക്കുക. ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ, തന്റെ പക്ഷത്താണ് സത്യമുള്ളത് എങ്കിൽ തന്നെയും തർക്കിക്കാതിരിക്കുന്നവർക്ക് സ്വർഗത്തിൽ വീടുണ്ട്. വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു വീട് വാങ്ങിച്ചു തരാം. ലിമൻ തറക്കൽ കദിബ്, നുണ പറയാതിരിക്കുന്ന ആണിനും പെണ്ണിനും അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് വീട് കൊടുക്കുന്നുണ്ട്. വഇൻ കാന മാസിഹ, നിങ്ങൾ തമാശ പറയുകയാണെങ്കിൽ പോലും നുണ പറയാതിരിക്കണേ. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ നിങ്ങൾക്ക് വീട് ഞാൻ വാങ്ങിച്ചു തരാം. ആർക്കെന്നറിയുമോ? ലിമൻ ഹസുന ഖുലുഖുഹു, ആരുടെ സ്വഭാവമാണോ നന്നാവുന്നത്, ആരാണോ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളുകളാകുന്നത്, അവർക്കാണ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അള്ളാഹു വീട് തരുന്നത്. അത് വെറും ഒരു സ്വഭാവം മാത്രമല്ല, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, പ്രത്യേകിച്ച് ഫർളായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും സുന്നത്തിലൂടെ അള്ളാഹുലേക്ക് അടുക്കുകയും സ്വഭാവ ശുദ്ധി വരുത്തുകയും ചെയ്യുന്ന ആളുകൾ. അള്ളാഹുവിന് ഭൂമിയിൽ ചില പാത്രങ്ങളുണ്ട് എന്ന് ഹദീസിലുണ്ട്. ഇന്നലില്ലാഹി ആനിയതൻ മിൻ അഹ്ലിൽ അർള്, ഭൂമിയിൽ അള്ളാഹുവിന് പാത്രങ്ങളുണ്ടത്രേ. വആനിയതു റബ്ബിക്കും ഖുലൂബു ഇബാദിഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ പാത്രങ്ങൾ എന്ന് പറയുന്നത് സത്യവിശ്വാസികളായ സജ്ജനങ്ങളുടെ ഹൃദയങ്ങളാണത്രേ. സജ്ജനങ്ങളുടെ ഹൃദയങ്ങളാണ് അള്ളാഹുവിന്റെ പാത്രങ്ങൾ. എന്നിട്ട് പറയുന്നു, വഹബ്ബുഹാ ഇലൈഹി അൽയനുഹാ വഅറഖുഹാ, ഈ പാത്രങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ആ പാത്രത്തിൽ വെച്ചു കൊടുക്കുന്ന അമലാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അങ്ങനെ റബ്ബ് ഇഷ്ടപ്പെടുന്ന പാത്രങ്ങളിൽ ഏറ്റവും നല്ലത് അൽയനുഹാ വഅറഖുഹാ, ആ ഹൃദയങ്ങളിൽ ഏതാണോ ഏറ്റവും സ്നേഹം കാണിക്കുന്ന, കരുണ കാണിക്കുന്ന ഹൃദയമുള്ളത്, ഏത് ഹൃദയത്തിലാണോ ദയാവായ്പുള്ളത്, ഏത് ഹൃദയമാണോ അള്ളാഹുവിലേക്ക് അടുക്കുകയും റബ്ബിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരയുകയും ചെയ്യുന്നത്, ഏത് ഹൃദയമാണോ സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്, ഏത് ഹൃദയത്തിലാണോ ദുഷിച്ച സ്വഭാവങ്ങളില്ലാത്തത്, ഏത് ഹൃദയമാണോ കൊച്ചുമക്കളോടും വൃദ്ധകളോടും വൃദ്ധന്മാരോടും രോഗികളോടും ദുർബലരോടും കരുണ കാണിക്കുന്നത്, ഏത് ഹൃദയത്തിൽ നിന്നാണോ ദുഷിച്ച വാക്കുകളില്ലാതെ സൗമ്യതയുടെ വാക്കുകൾ വരുന്നത്, ആ ഹൃദയങ്ങളാണത്രേ അള്ളാഹുവിന്റെ പാത്രങ്ങൾ. അതിലൂടെ വെച്ചു കൊടുക്കുന്ന അമലുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഹൃദയ സ്വഭാവങ്ങളെ അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം. ഏതെല്ലാം തരത്തിൽ മാനസിക പീഡനങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും, കുടുംബത്തിൽ, മക്കളിൽ, കൂട്ടുകാരിൽ, സംഘടനകളിൽ, നമ്മുടെ കൂടെയുള്ളവരിൽ, ഒരേ ആശയക്കാരിൽ, വ്യത്യസ്ത ആശയക്കാരിൽ, ഇവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. മൻ തഖമ റസൂലുള്ളാഹ്,
അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഖത്തു, അവിടുത്തെ പേഴ്സണലി ആരെങ്കിലും നബി അറ്റാക്ക് ചെയ്താൽ, അവിടുത്തെ വ്യക്തിത്വത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, ഹബീബായ നബി തങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിനൊരിക്കലും നബി തങ്ങൾ പ്രതികാരം ചെയ്തിരുന്നില്ല എന്നാണ് ഹദീത്ത്. നബി തങ്ങളെ പേഴ്സണലി അറ്റാക്ക് ചെയ്താൽ നേരെ മറിച്ച് ദീനിന്റെ ഒരു ശരീഅത്തിന്റെ നിയമത്തെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന് നബി തങ്ങൾ മറുപടി പറയാറുണ്ട്. എന്നല്ലാതെ നബി തങ്ങളെ ചീത്ത വിളിച്ചതിനോ നബി തങ്ങളെ പരിഹസിച്ചതിനോ നബി തങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അതാണ് അൽ ഖുലുഖുസ്സാമി, ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണം അതാണ്. മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഖാദിമൻ വലാ ദാബതൻ വലാ ഷൈഅൻ ഖത്തു, അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ഒരു മൃഗത്തെ പോലും നബി തങ്ങൾ അടിച്ചിട്ടില്ല, ഒരു മൃഗത്തെ പോലും അടിച്ചിട്ടില്ല, ഒരു ഖാദിമിനെയോ വേലക്കാരനെയോ അടിച്ചിട്ടില്ല, ഒരു വിദ്യാർത്ഥിയെയോ ഒരു മുതഅല്ലിമിനെയോ നബി തങ്ങൾ അടിച്ചിട്ടില്ല, ഒരു കുട്ടിയെ പോലും നബി തങ്ങൾ അടിച്ചിട്ടില്ല. മാ ദറബ റസൂലുള്ളാഹ്, അവിടുന്ന് പറഞ്ഞു വദുരിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീൻ, പക്ഷേ നബി തങ്ങൾ അടിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങൾ അടിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യേണ്ടി വരുമ്പോൾ നബി തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരുന്നു. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് വേണ്ടി ആരോടും പ്രതികാരം ചെയ്തിട്ടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ മൻ കളമ ഗൈളൻ, അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലേ, ആ ദേഷ്യം നിങ്ങൾ കടിച്ചിറക്കുകയാണെങ്കിൽ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തിനൊത്ത് പറയാനും എഴുതാനും പരിഹസിക്കാനും നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കെ നിങ്ങളത് ചെയ്യാതിരുന്നാൽ ദഅാഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖ്, മനുഷ്യരെ മുഴുവനും അല്ലാഹു ഹാജരാക്കുന്ന ദിവസം അല്ലാഹു അവരെ അന്ത്യനാളിൽ വിളിച്ച് അവരെ റബ്ബ് തആല ആദരിക്കുകയാണ്. ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി യുസവ്വിജുഹു മിൻഹാ മാ യശാ, സ്വർഗീയ ഹൂറികളിൽ ആരെ വേണമോ നിനക്ക് തെരഞ്ഞെടുക്കാമെന്ന് അല്ലാഹു അത്തരം ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ പ്രതിഫലം നൽകുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഹദീസിലുള്ളത് യംലഉ മല അല്ലാഹു ഖൽബഹു റിളൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. ഹൃദയം കൊണ്ട് അല്ലാഹു ഹൃദയത്തിൽ നിറയെ റിളാവും അല്ലാഹുവിന്റെ തൃപ്തിയും റബ്ബ് തആല നിറച്ചു കൊടുക്കും. ആരെങ്കിലും ദേഷ്യം വരുന്നതിനനുസരിച്ച് പെരുമാറാതിരുന്നാൽ, ദേഷ്യം വന്നാൽ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കലാണ്. ദേഷ്യം വന്നാൽ എണീക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ കിടക്കുക, ഇല്ലെങ്കിൽ പോയി ഉളൂ എടുക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. ആ ഒരു സിനാരിയോയിൽ നിന്ന് മാറി നിൽക്കുക, ദേഷ്യം വരുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക. ഇങ്ങനെയൊക്കെയാണ് നബി ഞങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശതമ റജുലുൻ റബീഅ ഇബ്നുൽ ഖുസൈം, മഹാനായ താബിഈയായ റബീഅ ഇബ്നു ഖുസൈം എന്നവരെ ഒരാൾ ചീത്ത പറഞ്ഞു. റബീഅ ഇബ്നു ഖുസൈം എന്നവർ ആരാ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് റബീഅ എന്നവരെ. മഹാനവരെ കുറിച്ചാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവർ പറഞ്ഞത്, യാ റബീഅ ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹബ്ബക്, റബീഅ അല്ലാഹുവിന്റെ റസൂലെങ്ങാനും നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ നിങ്ങളെ നബി തങ്ങൾ സ്നേഹിക്കുമായിരുന്നു. ആ ഒരു റിവായത്താണ് ആലിമീങ്ങൾ ഉദ്ധരിക്കുന്നത്. നബിതങ്ങൾ കണ്ടാൽ നമ്മളെ ഇഷ്ടപ്പെടുമോ? റബീ എന്നവരെ കണ്ടാൽ നബിതങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് അവരുടെ ഉസ്താദ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. നമ്മളുടെ സ്വഭാവം അങ്ങനെയാണോ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ദുഷിച്ച ചിന്തകളെ നബിതങ്ങൾക്ക് കാണാൻ കഴിയും, വായിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനായ റബീ എന്നവർ മഹാനവറുകളെ ഒരാൾ ചീത്ത വിളിച്ചു, വല്ലാണ്ട് പരിഹസിച്ചു. ആ മനുഷ്യനോട് റബീ എന്നവർ കൊടുത്തൊരു മറുപടിയുണ്ട്, യാ ഹാദാ ഖദ് സമിഅ അല്ലാഹു കലാമക്, സഹോദര, നിങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം അല്ലാഹു കേട്ടിരിക്കുകയാണ്. നമ്മൾ എഴുതി വിടുന്നത് ആരെപ്പറ്റി പരിഹസിച്ചാലും അത് അല്ലാഹു അറിയുന്നുണ്ട്.
നിങ്ങളുടെ പെന്നെയും മാറ്റിയാലും നിങ്ങളുടെ അക്കൗണ്ട് നെയിം അറിയാത്തതാക്കി അനോണിമസ് ആയി വെച്ചാലും ഖദ് സമി അല്ലാഹു കലാമക്, നിങ്ങളുടെ എഴുത്തും വായനയും അല്ലാഹു അറിയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് അല്ലാഹു കേൾക്കുന്നുണ്ട്. വഇന്ന ദൂനൽ ജന്നതി അഖബ, സഹോദര, സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അഖബകളിലൂടെ കടന്നു പോകാനുണ്ട്. ഇൻ ഖതഅതുഹാ, ആ സിറാത്തിന്റെ പാലത്തെ കുളത്തുകളെല്ലാം മറികടന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് സാധിച്ചാൽ മാ ദറനി മാ തഖൂൽ, നീ എന്നെ പറയുന്ന ചീത്ത പറച്ചിലൊന്നും എനിക്കൊരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ വഇല്ലം അഖ്തഅഹാ, സ്വർഗത്തിലേക്ക് സിറാത്ത് കടക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ ഫഅന ശർറും മിമ്മാ തഖൂൽ, നീ ഈ വിളിച്ചു പറയുന്നതിനേക്കാളും മോശക്കാരനാണ് ഞാൻ, മതിയോ എന്ന് മഹാനായ റബീഅ ബിൻ ഖുസൈം റളിയല്ലാഹു തആല അൻഹു മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, ആർക്കെങ്കിലും മാപ്പ് ചെയ്തു കൊടുത്താൽ അതിനു പകരം അല്ലാഹു അവർക്ക് അഭിമാനമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നില്ല. ഒന്ന് മാപ്പ് പറഞ്ഞാൽ, ഒന്ന് സോറി എന്ന് പറഞ്ഞാൽ, എനിക്ക് മാപ്പാക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴ്ന്നു പോവുകയല്ല, അല്ലാഹു നിങ്ങളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികളിൽ ഏറ്റവും അറിയപ്പെട്ട ക്ഷമയുടെ പര്യായമായിരുന്നു അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു വഴിക്ക് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു മനുഷ്യൻ പിന്നാലെ കൂടി മഹാനവറുകളെ ചീത്ത പറഞ്ഞപ്പോഴൊന്നും അതിന് മറുപടി പറയാതിരുന്നപ്പോൾ, ഒരു മറുപടിയും പറയാതിരുന്നപ്പോ ചീത്ത പറഞ്ഞ മനുഷ്യൻ കരഞ്ഞത്രേ. അയാള് പറഞ്ഞു, വാ ലഹ്ഫാ മാ യംനഉഹു അൻ യറുദ്ദ അലയ്യ ഇല്ലാ ഹവാനി അലൈഹി, ഞാൻ ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞിട്ടും എനിക്ക് മറുപടി തരാതിരിക്കുന്നത് അയാളുടെ കണ്ണിൽ ഞാൻ ഇത്രമേൽ നിസ്സാരനായത് കൊണ്ടല്ലേ. വാ ലഹ്ഫാ, എന്റെ നാശമേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കരയാൻ തുടങ്ങിയത്രേ. മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരുപാട് ചീത്ത വിളിച്ചപ്പോൾ വീടിന്റെ അരികത്തേക്ക് മഹല്ലിലേക്ക് എത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദര, എന്തെങ്കിലും ഇനി എന്നെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പറഞ്ഞേക്കിൻ, കാരണം എന്റെ മഹല്ലിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. ഒരുപക്ഷെ വിവരമില്ലാത്ത ആളുകൾ നിങ്ങൾ എന്നെ ചീത്ത പറയുന്നത് കണ്ടാൽ നിങ്ങൾ എന്തെങ്കിലും അവർ ചെയ്തേക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള ഇവിടെ മുഴുവനായി പറഞ്ഞോളൂ, ഞാൻ നിന്നു തരാം. ഒരൽപ്പം കൂടെ നടന്നാൽ എന്റെ വീടിന്റെ പരിസരമായി അവിടെ എന്നെ അറിയുന്ന ആളുകൾ കാണും. അതുകൊണ്ട് പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞോളൂ എന്ന് ആ മനുഷ്യന്റെ മുമ്പിൽ വിനയം കാണിക്കുന്നത് ഒരു ദുർബലതയല്ല, ഒരു ദൗർബല്യമല്ല, കഴിവുകേടല്ല. പിന്നെയോ മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, സംഘടനാ തലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മഹല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പഞ്ചായത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആർക്കെങ്കിലും മാപ്പ് ചെയ്തു കൊടുത്തുകൊണ്ടും ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ദേഷ്യം കടിച്ചിറക്കുകയും ചെയ്തുകൊണ്ട് ആരെങ്കിലും ക്ഷമിക്കുകയും അവിടെ വിനയം കാണിക്കുകയും ചെയ്താൽ മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, ആ മാപ്പ് ചെയ്ത ആൾക്ക് അല്ലാഹു അഭിമാനം വർദ്ധിപ്പിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്നഫ് ഇബ്നു ഖൈസ് എന്നവർ ആ മാതൃകയാണ് സ്വീകരിച്ചത്. അഹ്നഫ് ഇബ്നു ഖൈസ് എന്നവരുടെ ഉസ്താദാണ് ഖൈസ് ഇബ്നു ആസിമുൽ മിൻഖരി എന്ന് പറയുന്ന മഹാനിൽ നിന്നാണ് ആ റളിയല്ലാഹു അൻഹു, അവരിൽ നിന്നാണ് അഹ്നഫ് ഇബ്നു ഖൈസ് എന്ന താബിഈ ഇത്തരം സൽഗുണങ്ങൾ പഠിച്ചത്. മഹാനായ ഖൈസ് ഇബ്നു ആസിമുൽ മിൻഖരി, അവരെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്, ഹാദാ സയ്യിദു അഹ്ലിൽ വബ്ർ, ഹാദാ സയ്യിദു അഹ്ലിൽ വബ്ർ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഖൈസ് ഇബ്നു ആസിം എന്നവരുടെ മകനെ, ഖൈസ് ഇബ്നു ആസിം എന്നവരുടെ ജ്യേഷ്ഠന്റെ മകൻ കൊന്നുകളഞ്ഞ ഒരു രംഗമുണ്ട്.
മഹാനായ ഖൈസ് ഇബ്നു ആസിം എന്നവരുടെ മകൻ സുഹാബിയാണ് ഖൈസ് ഇബ്നു ആസിം. അവരുടെ മകനെ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ വധിച്ചു കളഞ്ഞപ്പോ മഹാനായ ഖൈസ് ഇബ്നു ആസിം എന്നവര് ഇരിക്കുകയാണ്. അവരുടെ മുമ്പിലേക്ക് കൊലയാളിയായ ചെറുപ്പക്കാരനെ, സ്വന്തം ജ്യേഷ്ഠന്റെ മകനെ ആളുകൾ കൈകാലുകൾ പിടിച്ച് കൊണ്ടുവന്ന് നിർത്തിയപ്പോ മഹാനവറുകൾ കൊടുത്തൊരു മറുപടിയുണ്ട് ചരിത്രത്തിന്. അതിന് സമാനമായത് ഒരിക്കലും രേഖപ്പെടുത്താൻ കഴിയില്ല. ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ പേടിപ്പിച്ചല്ലേ? അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പേടിയാവൂലേ? ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ പേടിപ്പിച്ചല്ലേ? ആരെ? കൊലയാളിയ. ആരായി കൊലയാളി? സ്വന്തം സഹോദരന്റെ മകൻ. ആരെയാ കൊന്നത്? ഖൈസ് ഇബ്നു ആസിം അൽ മിൻഖരിയുടെ സ്വന്തം മകനെ കൊലപ്പെടുത്തിയ കൊലയാളിയാണിത്. സ്വന്തം ജ്യേഷ്ഠന്റെ മകൻ. ആ മകനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയുണ്ട്, നിങ്ങൾ അയാളെ പേടിപ്പിച്ചല്ലേ? എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് മഹാൻ ചോദിച്ച ചോദ്യമുണ്ട്, മോനെ, എത്ര മോശമായതാണ് മോനെ നീ ചെയ്തത്. നിന്റെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ എണ്ണം കുറഞ്ഞു പോയത്. നാളെ നിനക്ക് സഹായമാകാൻ പോകുന്നവനായിരുന്നില്ലേ എന്റെ മകൻ നിങ്ങളെ എന്റെ മൂത്താപ്പയുടെ മകനെ എന്ന് വിളിക്കുന്ന നിങ്ങളാണല്ലോ എന്റെ കുഞ്ഞിനെ കൊന്നത്. ആ മകൻ നിങ്ങൾക്ക് നാളെ ഒരു സഹായമാവേണ്ട മോനല്ലേ? ആ സഹായമല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? നിങ്ങളുടെയും എന്റെയും ശത്രുവായ പിശാചിനെയല്ലേ നിങ്ങൾ സഹായിച്ചത്? നിങ്ങളുടെ നാട്ടുകാർക്ക് ഈ വാർത്ത കാരണം എത്ര മോശപ്പെട്ട ഇമേജ് ആണ് വരിക. അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റമല്ലേ മോനെ നീ ചെയ്തത്? നിന്റെ കുടുംബ ബന്ധമല്ലേ നീ മുറിച്ചു കളഞ്ഞത്? നിന്റെ തന്നെ അമ്പ് കൊണ്ട് നീ നിന്നെ തന്നെയല്ലേ അമ്പ് ചെയ്തത്? ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്റെ മകനോട് പോകാൻ പറയൂ. എന്റെ ഭാര്യക്ക്, അതായത് എന്റെ മകന്റെ ഉമ്മാക്ക്, എന്റെ ഭാര്യക്ക് ഈ കൊലപാതകത്തിന്റെ ദിയ, അതിന്റെ പ്രായശ്ചിത്തം എത്രയാണോ ആ പ്രായശ്ചിത്തം കൊണ്ടുപോയി കൊടുക്കണേ. ആ പ്രായശ്ചിത്തം കൊടുക്കുന്നത് ഈ വാപ്പ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, അവൾ മറ്റൊരു തറവാട്ടിൽ നിന്ന് വന്ന പെണ്ണാണ്. അതുകൊണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മകനാണ് കൊല്ലപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മകനാണ് ചെയ്തത്. അതുകൊണ്ട് എന്റെ ഭാര്യയെ അവളെ സമ്മതിപ്പിക്കാൻ എനിക്ക് പ്രയാസമാണ്. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കൊലപാതകം നടന്നാൽ അതിന്റെ പ്രായശ്ചിത്തം കൊടുക്കണം. തിരിച്ചവനെ കൊല്ലണ്ട. അതിന്റെ പ്രായശ്ചിത്തം എത്രയാണോ ദിയത്ത്, ആ പൈസ ഇത് എന്റെ മകന്റെ ഉമ്മാക്ക്, അതായത് എന്റെ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ. ഖല്ലൂ സബീലഹു. ഇതാണ് മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് എന്നവരുടെ ഉസ്താദ് ഖൈസ് ഇബ്നു ആസിമുൽ മിൻഖരി റളിയല്ലാഹു അൻഹു സയ്യിദ് അഹ്ലിൽ വബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതൃക ഇത്രമേൽ നമ്മളെ കൊണ്ട് സാധിക്കും എന്നല്ല ഞാൻ പറയുന്നത്. സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. സാധിക്കുമെങ്കിൽ അത്രയും ഭൂമിയോളം താഴാൻ ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങൾക്ക് സാധിക്കുമ്പോൾ ആ ഒരു സ്വഭാവ ഗുണം കൊണ്ട് അല്ലാഹു ഈ ഉമ്മത്തിന് നന്മ ചെയ്യുന്നുണ്ട്. ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുന്നുണ്ട്. ഈ ഉമ്മത്തിന്റെ സൽസ്വഭാവം ഒരിക്കലും ഒരു ജീർണതയോ ദുർബലതയോ ദൗർബല്യമോ അല്ല, കഴിവുകേടോ ആണെന്ന് മനസ്സിലാക്കരുത്. ഇത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്താണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനുൽ ബസ്രി എന്ന ലോകപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സ്വന്തത്തെ ബഹുമാനപ്പെട്ടവരെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത ആൾക്ക് ഒരു കൊട്ട നിറയെ ഈത്തപ്പഴം കൊടുത്തയച്ച മഹാനാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അതിന് മറുപടി പറഞ്ഞു, അലിംനാ അന്നക ഹദൈത ഇലൈനാ ഹസനാതിക്. നിങ്ങൾ എന്നെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞപ്പോ നിങ്ങളുടെ നന്മകളല്ലേ നിങ്ങൾ എനിക്ക് സംഭാവന ചെയ്തത്. ആ നന്മകൾക്ക് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഈ ഈത്തപ്പഴമേ ഉള്ളൂ, ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് തന്നെ ചീത്ത പറഞ്ഞ ആൾക്കാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഈത്തപ്പഴയുടെ ഒരു കൊട്ട, ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തത്. ഇത് ഇസ്ലാമിക ലോകത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
റബീഉ ബിൻ ഖുസൈം നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ. ബഹുമാനപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ കുതിരയെ കാണാതായി ഒരു കള്ളൻ കൊണ്ടുപോയി. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുകയായിരുന്നു. ആ നിസ്കരിക്കുന്ന നേരത്താണ് അദ്ദേഹത്തിന്റെ വാഹനം ഒരാൾ അഴിച്ചു കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഗുലാം, ഒരു അടിമയുണ്ട്. അദ്ദേഹം അവിടെയില്ല. ആ അടിമ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, യാ ശൈഖ് യാ റബീ ഐനൽ ഫറസ്, എവിടെ നിങ്ങളുടെ വാഹനം ആരാ കൊണ്ടുപോയത്? അദ്ദേഹം പറഞ്ഞു, സുരിഖത്, അതൊരാൾ മോഷ്ടിച്ചെടുത്തു. സുരിഖത് വ അൻത തൻദുറു ഇലൈഹാ, നിങ്ങൾ വീട്ടിലുണ്ടായിരിക്കെ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കുതിരയെ ഒരാൾ മോഷ്ടിക്കുകയോ? അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയുണ്ട്, ഞാൻ നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കുന്ന സമയത്ത് എന്റെ നിസ്കാരം ഡിസ്റ്റർബ് ആകുന്ന വിധം ഒന്നിലേക്കും ഞാൻ എന്റെ മനസ്സ് കൊടുക്കാറില്ല. ഞാൻ നിസ്കരിക്കുമ്പോഴാണ് അയാൾ ഇത് കൊണ്ടുപോയത്. എന്നിട്ട് മഹാനവറുകൾ കയ്യുത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നഹു സറഖനി വലം അകുൽ ലിഅസ്രിഖ. ഇതൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, റബ്ബേ, ഇത്രമേൽ സ്വഭാവശുദ്ധിയോ ഇങ്ങനെയൊക്കെ സാധിക്കുമോ? അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നഹു സറഖനി, അവൻ എന്നെയാണ് റബ്ബേ മോഷ്ടിച്ചത്. വലം അകുൽ ലിഅസ്രിഖഹു, ഞാൻ അയാളെ മോഷ്ടിച്ചതല്ല റബ്ബേ. അല്ലാഹുമ്മ, പടച്ചവനെ, എന്റെ കുതിര കൊണ്ടുപോയവൻ ഇൻ കാന ഗനിയൻ ഫഹ്ദിഹി, റബ്ബേ, അയാൾ മുതലാളിയാണ്, ഇതെടുക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. എന്റെ സമ്പത്ത് അയാൾ മോഷ്ടിച്ചത് അയാൾ മുതലാളിയായ അവസ്ഥയിലാണെങ്കിൽ അല്ലാഹുവേ, ആ മനുഷ്യന് ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. റബ്ബേ, എന്റെ കുതിര മോഷ്ടിച്ചു കൊണ്ടുപോയ ആള് ഒരു ഫഖീറാണെങ്കിൽ ഫഗ്നിഹി, എന്റെ ആ സമ്പാദ്യം കൊണ്ട് അയാൾക്ക് ഐശ്വര്യം കൊടുക്കണമേ എന്ന് ദുആ ചെയ്ത മഹാനാണ്, താബിഇയാണ് റബീഉ ബിൻ ഖുസൈം റളിയല്ലാഹു അൻഹു. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു സാധനം താഴെ വീണാൽ, അല്ലെങ്കിൽ കാണാതെയായാൽ, ആരെങ്കിലും മോഷ്ടിച്ചു കളഞ്ഞാൽ എന്തൊക്കെയാണാവോ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, എന്തൊക്കെയാ നമ്മൾ വിളിച്ചു പറയാ. അല്ലാമാ നബവി റളിയല്ലാഹു അൻഹു അവരുടെ പുതിയൊരു ചെരുപ്പ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കൊണ്ടുപോയ കള്ളന്റെ പിന്നാലെ ഓടിച്ചെന്നുകൊണ്ട് നബി ഇമാം പറഞ്ഞത് കിതാബുകളിലുണ്ട്, യാ ഹാദാ, അവിടെ നിൽക്ക്, നീ ഓടല്ലേ, അവിടെ നിൽക്ക്. ഇമാം നബി തങ്ങൾ പോകുന്നത്, നിനക്ക് ഞാനിത് തന്നിരിക്കുന്നു. എന്ത് വിലപിടിപ്പുള്ള ആ ചെരുപ്പേ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളൻ, നിനക്ക് ഞാനിത് തന്നിരിക്കുന്നു എന്ന് പറയാൻ. അപ്പൊ വാങ്ങിയ ആൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുന്ന ആള് ഞാൻ സ്വീകരിച്ചു എന്ന് പറയണം. അതാണ് ഇമാം നബി തങ്ങളുടെ മസാല. അപ്പൊ ഈ കള്ളന്റെ പിന്നാലെ കള്ളനുണ്ടോ മസാല അറിയുന്നു, അയാൾ ഓടുകയാണ് തന്നെ പിടിക്കാൻ വരികയെന്ന് വിചാരിച്ചിട്ട്. നബി തങ്ങൾ പറഞ്ഞു, അവിടെ നിൽക്ക്, ഇത് ഞാൻ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, ഖബിൽതു എന്ന് പറഞ്ഞു. അവൻ പറയാതെ ഓടുകയാണ്. അങ്ങനെ ഇമാം നബി തങ്ങൾ തിരിച്ചു വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ട് ചെരുപ്പും പിടിച്ച് ഞാനും ഒരു മുസ്ലിമായ മനുഷ്യനും അള്ളാന്റെ കോടതിയിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളെ സാക്ഷി നിർത്തി പറയണേ, ആ കള്ളന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ ചെരുപ്പ് മോഷ്ടിച്ചതിന്റെ പേരിൽ അള്ളാന്റെ മുമ്പിൽ ഞാനും അയാളും വിചാരണക്ക് ഒരുമിച്ച് കൂടുന്നത് എനിക്കിഷ്ടമല്ല. ഇമാമുന നബി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരു പാഠം ഇതിനാ നബി തങ്ങൾ ലോകത്ത് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാ നബി തങ്ങളുടെ ദൗത്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവ ഗുണങ്ങളുടെ ഏറ്റവും മഹിതമായ മൂല്യങ്ങൾ പഠിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വന്നത്. മൻ ജഅലൽ ഹമ്മ ഹമ്മൻ വാഹിദൻ കഫാഹുല്ലാഹു സായിറ ഹുമൂമിഹി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ലക്ഷ്യം അല്ലാഹുവും നാളെ പരലോകത്തെ രക്ഷപ്പെടലുമാണെങ്കിൽ കഫാഹുല്ലാഹു സായിറ ഹുമൂമിഹി, നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും അല്ലാഹു പരിഹരിച്ചു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിനയാന്വിതരായി ജീവിക്കുന്നവർ അവരാണ് മുഅ്മിനീങ്ങൾ. വബശ്ശിരിൽ മുഖ്ബിതീൻ,
ആരാലും അറിയപ്പെടാതെ ജീവിക്കുന്ന എത്രയോ സജ്ജനങ്ങളുണ്ട്, എത്രയോ ആലിമീങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. മുദരിസുമാരായി ജീവിക്കുന്ന ആളുകൾ, അവർ പ്രഭാഷണം നടത്തുന്നവരായിരിക്കണമെന്നില്ല, അവർ സ്റ്റേജിൽ ഇരിക്കുന്നവരാകണം എന്നില്ല. ആരാലും അറിയപ്പെടാതെ ജീവിക്കുന്ന സാത്വികരായ എത്രയോ മുഖ്ബിതീങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ട്, അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുഹൈരീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അങ്ങനെയായിരുന്നു. ഇബ്നു മുഹൈരീസ് മഹാനായ ഔസാഇ തങ്ങൾ പറയുമായിരുന്നു, വല്ലാഹി ഇന്നി ലഅഉദ്ദു ബഖാഅഹു അമാനൻ ലിഅഹ്ലിൽ അർള്. ഇബ്നു മുഹൈരീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനെ കുറിച്ച് ഇമാം ഔസാഇ തങ്ങൾ പറഞ്ഞ വാക്ക്, മഹാനായ ഇബ്നു മുഹൈരീസ് എന്നവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകുന്ന സംരക്ഷണമാണ്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം ഭൂമിയിലെ മനുഷ്യർക്ക് അള്ളാഹു തണൽ നൽകും. ആ മഹാൻ കാരണത്താൽ ഇന്നി ലഅഉദ്ദു ബഖാഅഹു അമാനൻ ലിഅഹ്ലിൽ അർള്. അങ്ങനത്തെ മഹാനാണ് ഇബ്നു മുഹൈരീസ്. അദ്ദേഹം ഒരു ഷോപ്പിൽ ചെന്ന് സാധനം വാങ്ങിക്കുമ്പോഴേ, അവിടെ നിന്ന് സാധനം വാങ്ങി ഇറങ്ങുമ്പോ ആരോ ഒരാൾ വന്ന് പറഞ്ഞിട്ടോ, ആ വന്ന ആളാരാ നിനക്കറിഞ്ഞോ? ഷാമ് കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ ആലിമും ആബിദുമാണ് മഹാനായ ഇബ്നു മുഹൈരീസ് തങ്ങളാണ്. നീ അറിഞ്ഞില്ലേന്ന്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു സംസാരം കേട്ടിട്ടുണ്ട് മഹാൻ. പിന്നെ ആ അങ്ങാടിയിൽ വന്ന് പിന്നെ സാധനം വാങ്ങിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ കുൻതു ലിഅശ്തരിയ ബിദീനി, എന്റെ ദീന് കൊടുത്തിട്ട് ഞാൻ സാധനം വാങ്ങിക്കുന്ന ആളല്ല. അങ്ങനെ ഞാനൊരു അറിയപ്പെട്ട ആളാണെന്ന് കാണുമ്പോ ദീനിന്റെ പേരിൽ അദ്ദേഹം എനിക്ക് ഡിസ്കൗണ്ട് തന്നേക്കാം, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്റെ ദീന് കൊടുത്ത് വാങ്ങലാകൂലേ? അത് ഞാൻ ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. മാ കുൻതു ലിഅശ്തരിയ ബിദീനി, എന്റെ ദീന് കൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ സാധനങ്ങൾ വാങ്ങിക്കൂല. ഞാൻ എന്റെ പൈസ കൊണ്ടാ വാങ്ങിക്കുക, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരൂല. ഇബ്നു മുഹൈരീസ് മുബശ്ശിറുൽ മുഖ്ബിതീൻ. എത്രയോ സജ്ജനങ്ങൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്, നമുക്കറിയില്ല. നമുക്കറിയാത്ത എത്രയോ സജ്ജനങ്ങൾ. സുബ്ഹാനല്ലാഹ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന ആശയങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തി തന്നവരാണ് സ്വഹാബിമാർ, താബിഈങ്ങൾ, താബിഈങ്ങളൊക്കെ. അവർ കാണിച്ച താഴ്മ വലുതായിരുന്നു, അവരുടെ വിനയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا وجعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا. سورة الإسراء. ثلاثة لا تسأل عنهم. മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് ചോദിക്കരുത്. അള്ളാഹു എങ്ങനെയൊക്കെയാണ് അവരുടെ മേൽ മുസീബത്തുകൾ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. അത്തരം ആളുകളെ കുറിച്ച് ചോദിക്കുകയേ വേണ്ട. ثلاثة لا تسأل عنهم. ആരാണ്? റജുലുൻ നാസഅ അല്ലാഹ റിദാഅഹു ورجل نازع الله كبرياء ورجل اتخذ الإيمان بضاعة. വളരെ ഗൗരവമുള്ള ഹദീസാണിത്. മുസ്തഫ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാസത്തുൻ ലാ തസ്അൽ അൻഹും, മൂന്ന് വിഭാഗം ആളുകൾ. റജുലുൻ നാസഅ അല്ലാഹ റിദാഅ, അല്ലാഹുവിനോട് മത്സരിക്കുന്ന ഒരാൾ. വറജുലുൻ നാസഅ അല്ലാഹ കിബ്രിയാഅ, അല്ലാഹുവിനോട് അഹങ്കാരം കാണിക്കുന്ന ഒരാൾ, അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ഒരാൾ. മൂന്ന്, വറജുലുൻ ഇത്തഖദൽ ഈമാന ബിദാഅ, വിശ്വാസം ഒരു ചരക്കായി മാറ്റുന്നവർ, ഈമാന് കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ, വിശ്വാസം കൊണ്ട് പൈസ ഉണ്ടാക്കുന്നവർ, വിശ്വാസം കൊണ്ട് ചൂഷണം ചെയ്യുന്നവർ. അത്തരം ആളുകൾക്ക് മേൽ എങ്ങനെയൊക്കെയുള്ള മുസീബത്തുകളാണ് വരുന്നത് എന്ന് ചോദിക്കരുത് എന്ന് നബി തങ്ങളാ പറയുന്നത്. പിന്നെ പറഞ്ഞു, തലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം, കാരുണ്യവാനായ അല്ലാഹു
അല്ലാഹു റഹ്മത്തിന്റെ ഒരു നോട്ടം പോലും അവരിലേക്ക് നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവർക്ക് അല്ലാഹു സംസ്കരണം നൽകുകയുമില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടാകും എന്ന് പറഞ്ഞ 3 വിഭാഗം ശ്രദ്ധിക്കണമേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുക. ഉഷൈമിതുൻ, വാർദ്ധക്യത്തിലേക്ക് കടക്കാനായിട്ടുണ്ട്. 40 അല്ല 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിയാറായിട്ടുണ്ട്. എന്നാലും വ്യഭിചാരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, എന്നിട്ടും വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ, വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന വൃദ്ധരായ ആളുകൾക്കാണ് ഉഷൈമിതുൻ സാനിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞത്. അവരെ അല്ലാഹു നോക്കുക പോലുമില്ല, അവർക്ക് സംരക്ഷണം നൽകുകയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാൽ അവർ അല്ലാഹു ശിക്ഷിക്കുമത്രേ. രണ്ടാമത്തേത് വആയിലുൻ മുസ്തക്ബിർ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളാണ്, പക്ഷേ അഹങ്കാരിയാണ്. ദാരിദ്ര്യമാണ്, ഒരു നേരം പുക ഉയരാനുള്ള വക പോലുമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന മനുഷ്യനാണ്. പക്ഷേ ആര് സത്യം പറഞ്ഞാലും അംഗീകരിക്കില്ല, പിടിവാശിക്കാരനായ ദാരിദ്ര്യമുള്ള ആള്. അത്തരം ആളുകളും പേടിക്കണമേ. മൂന്നാമത്തേത് തങ്ങൾ പറഞ്ഞു ഈമാനിനെ ഒരു ചരക്കായി കൊണ്ടു നടക്കുന്നവരും പേടിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായ ആളുകൾ അഹങ്കാരമില്ലാത്തവരാണ്, വിനയാന്യുതരാണ്. ഒരു വിശ്വാസിയുടെ സ്വഭാവം വിനയമാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം മിസ്കീന്മാരുടെ അരികത്ത് കൂടെ നടന്നു പോകുമ്പോ അവര് പറഞ്ഞു, ഇലൈനാ യാ അബാ അബ്ദില്ലാഹ്, ഹുസൈൻ എന്നവരെ, ഹുസൈൻ തങ്ങളെ ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വന്നിരിക്കണേ, ഞങ്ങളുടെ കൂടെ ഒന്നിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അഹങ്കാരമുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആ മിസ്കീന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖദ് അജബ്തുക്കും, നിങ്ങൾ എന്നെ വിളിച്ചപ്പോ ഞാൻ വന്നില്ലേ, ഫഅജീബൂനി, എനിക്കും നിങ്ങൾ ഉത്തരം തരണം. ആ മിസ്കീന്മാരെ മുഴുവനും മഹാനായ ഹുസൈൻ ഇബ്നു അലിയാർ തങ്ങള് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ റുബാബ് ബീവിയോട് പറഞ്ഞു, റുബാബ് എന്നവരോട്, ഇലയ്യ മദ്ദഖർതി, പെണ്ണേ ഭാര്യ, നിങ്ങൾ എന്താണോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് എല്ലാം ഇങ്ങെടുത്തോളൂ, നമുക്ക് വിഐപികൾ വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ആ വന്നത് മിസ്കീന്മാരാണ്. മിസ്കീന്മാർ അറിയണേ, പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സെനിക്ക് തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്ത പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്കീന്മാർ ആരാ സ്നേഹിക്കുക? നമ്മൾ ആരെ സ്നേഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും അവരിൽ നിന്ന് ഒരു ഉപകാരം പ്രതീക്ഷിക്കുമ്പോഴല്ലേ അവരെ സ്നേഹിക്കുള്ളൂ. അവരോടല്ലേ നമ്മൾ കോണ്ടാക്ട് വെക്കുന്നുള്ളൂ, അവരുടെ നമ്പറിലെ ചോദിച്ചു വാങ്ങിക്കുന്നുള്ളൂ ഒരു ഉപകാരം. മിസ്കീന്മാർ എന്തുപകാരം ചെയ്യാനാ? നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഇന്നി അസ്അലുക ഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരായ പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സെനിക്ക് നൽകണമേ. അങ്ങനെ ഒരു നബിക്കേ ദുആ ഇറക്കാൻ കഴിയൂ. ആ പ്രവാചകരാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹ്. സമൂഹത്തിലെ ഏത് താഴ്ന്ന ആളും സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തരുത്. അവരും നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവരും നിങ്ങളോടൊപ്പമാണ്. അവർക്ക് മിസ്കീന്മാരാണ് എന്ന കുറവല്ലാതെ അവരുടെ ഇസ്സത്തിന് കുറവ് തട്ടിക്കൊടുക്കരുത്. അവരുടെ ഇസ്സത്തിനൊരു കുറവുമില്ല. അല്ലാഹുവേ ഇന്നി അസ്അലുക ഹുബ്ബൽ മസാകീൻ وإذا أردت بعبادك فتنة فاقبضني غير مفتون എന്ന നബി തങ്ങളുടെ ദുആയിലുണ്ട്. മിസ്കീന്മാരെ സ്നേഹിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആ മിസ്കീന്മാരെ അവരെ വിളിച്ചു അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, വളരെ ചെറിയ ഭക്ഷണം. എന്നിട്ട് മഹാൻ കൊണ്ടുപോയിട്ട് അവിടുത്തെ വീട്ടിലെ എല്ലാ തരത്തിലുമുള്ള അൽവാനൽ അത്ഇമ, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ മുഴുവനും വെച്ചു കൊടുത്തു സന്തോഷത്തോടെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഉത്തരം, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി
നൽകിയ പോലെ നിങ്ങൾ എന്റെ ക്ഷണത്തിനും ഉത്തരം നൽകിയല്ലോ. ആ സന്തോഷം അവരുമായി പങ്കുവെക്കുകയാണ് തങ്ങളായ സയ്യിദായ ഹബീബിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അൽ ഹസനുൽ ബസ്രി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ് അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ഒരു കൂട്ടം കുട്ടികളാണ് വിളിച്ചത്. റൊട്ടി കഷ്ണുണ്ട്, ഹസനുൽ ബസ്രി ഞങ്ങളുടെ കൂടെ വന്ന് ഈ റൊട്ടി കഴിക്കുന്നുവോ? അവരുടെ കൂടെ ഇരുന്നു ഹസനുൽ ബസ്രി തങ്ങൾ. ഫജലസ വഅഖല മഅഹും. എന്നിട്ട് അവരോട് അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് കഴിപ്പിക്കാൻ തരും. എന്നിട്ട് പറഞ്ഞു ലഹുമുൽ ഫദ്ലു അലൈനാ. ആ മക്കൾക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു അൽ ഹസനുൽ ബസ്രി തങ്ങളെ. എന്നിട്ട് പറഞ്ഞു, എന്നാലും ഈ മക്കൾക്കാണ് എന്നെക്കാളും സ്ഥാനം. അവരുടെ കയ്യിൽ ഒരു റൊട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ റൊട്ടി കഴിക്കാനാ അവരെന്നെ വിളിച്ചത്. അവരുടെ കയ്യിൽ അതുമാത്രമാണുള്ളത്. എന്നാൽ എൻ്റെ വീട്ടിൽ എത്രയോ വേറെ ഭക്ഷണമുണ്ട്. അതിൽ നിന്ന് കുറച്ചേ ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. അവരെനിക്ക് തന്നത് അവരുടെ കയ്യിലുള്ള എല്ലാമാണ്. ഞാൻ കൊടുത്തത് എൻ്റെ കയ്യിലുള്ളതിൽ നിന്ന് അല്പമാണ്. ശുദ്ധ റമദാനിലൊക്കെ മദീന പള്ളിയിൽ കണ്ടിട്ടില്ലേ അവിടെ സുപ്രവിരിക്കുന്നത് നോമ്പ് തുറക്കാൻ നേരത്ത്? സാധാരണ ദിവസങ്ങളിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മഗ്രിബിന്റെ സമയത്ത് മസ്ജിദിന്റെ ചില ഭാഗങ്ങളിലൊക്കെ സുപ്രവിരിക്കും. മദീനക്കാരായ മക്കള്, അവരുടെ വാപ്പമാര് ചിലപ്പോ സംസമും ഈത്തപ്പഴവും കുറച്ച് റൊട്ടിയും അതേ ഉണ്ടാവുള്ളൂ. ആരൊക്കെ അവിടെ വന്നിരിക്കുന്നു അവർക്ക് സന്തോഷമാണ്. ചിലപ്പോ ചെറിയ കപ്പില് ഗാവ ഒഴിച്ചു തരും. അതിനുവേണ്ടി അവർ സ്നേഹത്തോടെ ഇവിടെ വന്നിരിക്കിൻ എന്ന് പറയും. ഒരുപാട് സുപ്രകൾ കാണും അവിടെ. ആ സുപ്രകളിലൊക്കെ നോമ്പ് തുറപ്പിക്കാൻ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായയും അവരുടെ ഈത്തപ്പഴവും സംസവും വെച്ചു തരുന്നു, ചെറിയ റൊട്ടി കഷ്ണങ്ങളും. അവരതിലേക്ക് ക്ഷണിക്കാൻ. മാഷാ അല്ലാഹ്, അത് അൻസാരികളുടെ ഒരു സ്വഭാവമാണ്, മദീനക്കാരുടെ ഒരു സ്വഭാവമാണത്. ആ മക്കൾ അവർ ഉള്ളതിലേക്കാണ് വിളിക്കുന്നത്. അവിടെ നമ്മൾ പത്തിരി ഇറച്ചിയൊന്നും പ്രതീക്ഷിക്കരുത്. ആ മസ്ജിദിനുള്ളിൽ അത്രയും അവിടെ സൗകര്യം. അപ്പോഴേക്ക് നിസ്കരിക്കാൻ സമയമായി. ആ ഒരു ഭക്ഷണത്തിലേക്ക് അവർ വിളിക്കാൻ. ഹസനുൽ ബസ്രി തങ്ങളുടെ വാക്കിന്റെ അർത്ഥം ഞാൻ ആലോചിച്ചു പോവാൻ. ആ മക്കളെ അവരുടെ കയ്യിലുള്ളതല്ലേ തന്നത്. നാം കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് ചിലതാ കൊടുക്കുന്നുള്ളൂ, മുഴുവനല്ല കൊടുക്കുന്നത്. അപ്പോഴും ലഹുമുൽ ഫദ്ലു അലൈനാ, നമ്മളെക്കാളും സ്ഥാനം ഈ മക്കൾക്ക് തന്നെയാണെന്ന് മഹാനവറുകൾ പറയാൻ. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയാന്വിതരായ ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. താഴ്മ കാണിക്കുന്നതും മനുഷ്യരോട് സവിനയം പെരുമാറുന്നതും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവമാണ്. അഹങ്കാരികൾക്ക് സംഭവിച്ച പതനങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖാറൂനിനെ ഭൂമി വിഴുങ്ങി എന്ന് നമുക്കറിയാം. ഈജിപ്തിൽ നിന്നൊരു 100-120 കിലോമീറ്റർ കെയ്റോയിൽ നിന്ന് യാത്ര ചെയ്താൽ ഫയ്യൂം എന്ന് പറയുന്ന സ്ഥലമെത്തും. അവിടെയാണ് ഖാറൂനിന്റെ കൊട്ടാരമുണ്ടായിരുന്നത്. അവിടെ ഒരു കുളമാണ്. ആ കൊട്ടാരവും പറമ്പും മുഴുവൻ ഭൂമിയിലേക്ക് ആഴ്ന്നു പോയിട്ട് ഒരു ചെറിയ ജലാശയമായി നിൽക്കുന്നത് ഇന്നും അവിടെ ചെന്നാൽ കാണാൻ കഴിയും. അവനെയും അവന്റെ സിംഹാസനവും എല്ലാം ഭൂമിയിലേക്ക് നാം താഴ്ത്തിക്കളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനോട് ദുആ ചെയ്യാമെന്നതാ. മൂസാ നബിയെ, ഞാൻ പാവമാണ്, എനിക്ക് സമ്പത്ത് വേണം. മൂസാ നബി ദുആ ചെയ്തു, റബ്ബേ ഖാറൂന് കൊടുക്കണേ. പിന്നെ അവൻ പറഞ്ഞ വാക്ക്, ഇന്നമാ ഊതീതുഹു, ഇത് എനിക്ക് നൽകപ്പെട്ടത് അലാ ഇൽമിൻ ഇൻദി, ഞാൻ എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യമാണിത്. ഇതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഞാൻ തരില്ല. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. നമ്രൂദ് ബിനു കൻആനിനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ഠാരമുണ്ടാക്കി എറിഞ്ഞ് സൃഷ്ടിച്ച നമ്രൂദ് ബിനു കൻആനിനെ അല്ലാഹു സൃഷ്ടിച്ചത് ഒരു കൊതുകിനെ മൂക്കിനുള്ളിലേക്ക് പറഞ്ഞയച്ചിട്ടാണ്. ഒരു കൊതുകാണ്. ആ കൊതുക് തലച്ചോറിനുള്ളിൽ ചെല്ലുന്നു. ആ കൊതുകിന്റെ ജീവൻ പോയില്ല. അവിടെ നിന്ന് ആ മനുഷ്യന്റെ ബ്രെയിനിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ചെരുപ്പ് കൊണ്ട് തലക്കടിക്കാൻ പറയുന്നു നമ്രൂദ്. അങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ, കൊതുകിനെ പുറത്തെടുക്കാൻ കഴിയാതെ തലക്ക് അടി കൊണ്ടിട്ടാണ് നമ്രൂദ് ഇബ്നു കൻആൻ അന ഉഹീ വ ഉമീത്, എനിക്കും ജീവിപ്പിക്കാൻ കഴിയും, എനിക്കും മരിപ്പിക്കാൻ കഴിയുമെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ, എന്നാൽ എന്റെ റബ്ബാണ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നത്, നിനക്ക് പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ കഴിയുമോ? ഫബുഹിതല്ലദീ കഫർ.
ഒരു ജീവനുള്ള രണ്ട് മനുഷ്യന്മാർ രണ്ട് ജയിൽ പുള്ളികളെ കൊണ്ടുവന്നു. ഒരാളോട് പറഞ്ഞു നീ പൊയ്ക്കോ, മറ്റൊരാളെ തൂക്കിക്കൊല്ലാൻ വിധി പറഞ്ഞു, അയാളെ കൊന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ ജീവിപ്പിക്കും, ഞാൻ മരിപ്പിക്കും. How absurd it is. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന് മറുപടി കൊടുത്തില്ല എന്നത് അത്ഭുതം. കാരണം എന്ത് പണിയാ ചെയ്യുന്നത്? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരം തൊടാതെ റൂഹ് എടുക്കാൻ പറ്റണം. അതാണ് മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. കൊല്ലുക എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ നഫ്സിനെ ബ്രേക്ക് ചെയ്യാൻ അള്ളാഹു ഒരു റൂഹ് നിൽക്കാൻ ഒരു ശരീരത്തിന് ചില ഘടകങ്ങൾ വെച്ചിട്ടുണ്ട്. ചോര, രക്തം, ശരീരത്തിന്റെ ഘടന, അത് ബ്രേക്ക് ചെയ്താൽ ആൾ മരിക്കും. പക്ഷേ ഒരാളെ ശരിക്കും മരിപ്പിക്കാൻ കഴിയുമെങ്കിൽ തടിയിൽ തൊടാതെ ഒരു മനുഷ്യനെ കിടത്തിയിട്ട് റൂഹ് എടുക്കാൻ പറ്റണം. ഇത് അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്തതൊക്കെ ശരീരത്തെ ബ്രേക്ക് ചെയ്യാൻ. കൊല്ലലാണോ? അവരാണോ മരിപ്പിക്കുന്നത്? മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്. ഒരാളെ മരിപ്പിക്കാൻ കഴിയും, ജീവൻ കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ നഫ്സിൽ തൊടാതെ റൂഹ് എടുക്കണം. ഇബ്രാഹിം നബി അതുകൊണ്ട് തർക്കിക്കാൻ പോയില്ല. ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവൻ പറയുന്നതെങ്കിൽ അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക നല്ലത്. അപ്പോഴാണ് സൂര്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. സൂര്യനെ കിഴക്കുന്ന് ഉദിപ്പിക്കുന്നവനാണ് എന്റെ റബ്ബ്, നീ പടിഞ്ഞാറെന്ന് ഉദിപ്പിക്കേ. നമ്രൂദ് ബിൻ കൻആൻ അവിടെ മുട്ടുമടക്കി എന്ന് വിശുദ്ധ ഖുർആൻ. ഫബുഹിതല്ലദീ കഫർ. ഫറോവ, ഫിർഔൻ അന റബ്ബുകുമുൽ അഅല. ഈജിപ്തിലെ കെയ്റോവിലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം ഉണ്ട്. ഇപ്പൊ പുതിയ മ്യൂസിയം 2022 ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഈ വർഷം 2022 അല്ലേ? ഈ വർഷം തുടക്കത്തിൽ ഓപ്പൺ ചെയ്ത മ്യൂസിയത്തിലാണ് ഇപ്പോ ഫിർഔന്റെ ബോഡി കിടക്കുന്നത്. ചെന്നാൽ കാണാൻ പറ്റും. 19 മമ്മികൾ വേറെയുണ്ട്. വേറെയും അന്നത്തെ ഫിർഔനുമാർ, റംസീസ് 1-നും 2-നും 3-നും 7-നും 9-നും 11-നും ഉണ്ട്. റംസീസ് 2-മനാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫിർഔൻ. ആ ഫിർഔനെ ഇന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ, എൻ്റെ അടുത്ത് വരെ പോയിട്ട് ഇങ്ങനെ നോക്കി ഗ്ലാസിനുള്ളിലൂടെ ഇങ്ങനെ കാണാൻ പറ്റും ആ മനുഷ്യൻ കിടക്കണത്. അന റബ്ബുകുമുൽ അഅല, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പടച്ചവനാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണത്. എന്നിട്ട് പറഞ്ഞു ഈ നദികളൊക്കെ എന്റെ കാലിന്റെ കീഴെയല്ലേ, നൈൽ നദി എന്റെ കൺട്രോളിലാണെന്ന്. പക്ഷെ അതിൽ വെള്ളം എടുത്ത് നോക്കുമ്പോ ആ വെള്ളം ചോരയാണ്. ചോര കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു ഫിർഔനിനെ. ഭക്ഷണം പാകം ചെയ്യാൻ നിന്നാൽ അതിൽ തവളകൾ വരും. തവളകളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. ഡെയിലി കുളിക്കുന്ന മനുഷ്യനാ ഫറോവ, പക്ഷെ എപ്പോഴും തലയിൽ പേനാണ്. പേന് എന്ന് പറഞ്ഞാൽ നിറയെ വൽ ഖുമ്മൽ വൽ ജറാദ്. ഇങ്ങനെ അല്ലാഹു പരീക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്റെ കാലിന്റെ താഴെയല്ലേ ഒലിക്കണത്. അതൊരു പ്രയോഗമാണ്. പക്ഷെ അല്ലാഹു അതിനെ ലിറ്ററലി അല്ലാഹു അതിന് ഉത്തരം കൊടുത്ത് എങ്ങനെയെന്നറിയോ? അവന്റെ തലക്ക് മീതെ ആ വെള്ളത്തെ ഒഴുക്കി, അങ്ങനെ മുക്കി കളഞ്ഞത്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, നബിയേ ഫറോവ മുങ്ങുമ്പോ യാ റസൂലല്ലാഹ്, നബിയേ ലൗ റഅയ്തനി യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന അദുസ്സു ഫീഹി മിൻ ഹാലിൽ ബഹരി ഹത്താ ലാ തുദ്രികഹു റഹ്മത്തുല്ലാഹ്. ആയിരക്കണക്കിന് നിരപരാധികളായ മക്കളെ അഹങ്കാരം തലയിൽ കയറിയത് കൊണ്ട് മാത്രം കൊന്നുകളഞ്ഞ ഫറോവ ചെങ്കടലിന്റെ മധ്യത്തിൽ, അതായത് സൂയസ് ഉൾക്കടൽ, സൂയസ് കനാല് തുടങ്ങുന്ന ഭാഗം, അവിടെയാണ് സംഭവം നടന്നത്. സൂയസ് കനാല്, സൂയസ് ഉൾക്കടൽ അവസാനിക്കുന്നിടത്ത് സൂയസ് കനാൽ മെഡിറ്ററേനിയനിലേക്ക് പോകുന്നു. അതിന് തൊട്ടുപുറത്ത് ഐൻ മൂസ എന്ന സ്ഥലത്തിന്റെ പേര്. ഇപ്പൊ അവിടെ വലിയ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു ചെക്ക് പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ഒയ്യൂൻ മൂസ. ആ ഭാഗത്താണ് കടൽ മുറിച്ചു കടന്ന സ്ഥലമെന്നാണ്. അവിടം ഫറോവ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇടപെട്ടു. വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങാ, അവൻ പറയാൻ തുടങ്ങി, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ മക്കളൊക്കെ വിശ്വസിച്ച പടച്ചവനാരോ അവനിൽ ഞാനും വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു വെച്ചു. അല്ലാഹുവിന്റെ മറുപടി ഇപ്പോഴാണോ പറയുന്നത്? സമയം ഒരുപാട് ലേറ്റ് ആയല്ലോ. ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. നബിയേ, ജിബ്രീൽ തങ്ങൾ പറയാ, നബിയേ ലൗ റഅയ്തനി യാ മുഹമ്മദു, നബിയേ നിങ്ങൾ ഞാൻ ചെയ്യുന്നതൊന്ന് കണ്ടിരുന്നുവെങ്കിൽ وأنا أدس فيه من حال البحر. حال
ബഹറിന്റെ ഹാൽ എന്ന് പറഞ്ഞ് കറുത്ത ചെളിക്കാണ് ഹാൽ എന്ന് പറയാം, ദുർഗന്ധമുള്ള ചെളി. കടലിലെ ദുർഗന്ധമുള്ള ചെളി ഞാൻ ഫറോവയുടെ വായയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയായിരുന്നു. അവരൊരിക്കലും ഇനി റബ്ബിന്റെ റഹ്മത്ത് അർഹിക്കുന്നില്ല നബിയെ, അവന്റെ വായ കൊണ്ടിനി ഒന്നും അവൻ പറയരുത് എന്ന് വിചാരിച്ച് അവന്റെ വായയിലേക്ക് ഞാൻ ആ സമുദ്രത്തിലെ ചെങ്കടലിലെ ചെളി ഞാൻ അവന്റെ വായയിൽ നിറച്ചു കൊടുക്കുന്ന നേരം നബിയെ നിങ്ങൾ എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹു എന്തു ചെയ്തു? എന്റെ കാലിന്റെ മിൻ തഹ്തി എന്ന് പറഞ്ഞതിന് മിൻ ഫൗഖിഹി, തലന്റെ മീതെയാണ് അല്ലാഹു ഒഴുക്കിയത്. വെള്ളത്തിൽ മുങ്ങിയിട്ടാവും മരിക്കുന്നത്. ഇതൊക്കെ എന്റെ കാലിന്റെ താഴെയല്ലേ? അവന്റെ തലക്ക് മീതെ അല്ലാഹു വെള്ളം ഒഴുക്കി. ഇതിനൊക്കെ അല്ലാഹ് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഫിർഔൻ നിന്റെ ബോഡി ഞാൻ സൂക്ഷിച്ചു വെക്കും. 1901 അല്ലെങ്കിൽ 2 വരേക്കും ലോകത്തറിയില്ല ഫിർഔന്റെ ഡെഡ് ബോഡി എവിടെയാണെന്ന്. ആർക്കും അറിയില്ലായിരുന്നു. അതുവരെയുള്ള ഒരു മുസ്ലിമും ഒരു യുക്തിവാദിയും ചോദിച്ചില്ല. ഖുർആനിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫറോവ നിന്റെ ബോഡി, we will preserve your physical body so that you be a sign for the people who are coming after you. അത് വേണ്ടി എടുത്തു വെക്കുന്നു. ആ ബോഡി എവിടെ? പിൻഗാമികൾക്ക് കാണിച്ചു കൊടുക്കാൻ അള്ളാഹ് എടുത്തു വെക്കുമെന്ന് പറഞ്ഞ ബോഡി എവിടെ എന്ന് ആരും ചോദിച്ചില്ലായിരുന്നു. 20-ാം നൂറ്റാണ്ട് പിറന്നപ്പോ അള്ളാഹ് കാണിച്ചു കൊടുത്തു. 20-ാം നൂറ്റാണ്ട് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കൂട്ടരാണ്, നമ്മൾ കണ്ടതേ വിശ്വസിക്കൂ എന്നൊരു ചിന്ത വന്ന കാലമാണ്. അപ്പൊ അള്ളാഹു പുറത്തെടുത്ത് കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അതുവരെ അള്ളാഹ് ഒളിപ്പിച്ചു വെച്ചു. സ്വഹാബികൾ ചോദിച്ചില്ല നബി, അവർ ഈജിപ്ത് പോകുന്നുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പഠിക്കാൻ ഈജിപ്തിലേക്ക് യാത്ര ചെയ്ത സ്വഹാബിയ. ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി അവർ ഈജിപ്തിലേക്ക് യാത്ര പോകുന്നവരാ. പക്ഷെ ഫിർഔൻ അവിടെ ഉണ്ടോ? അവരൊന്നും ചോദിക്കാൻ പോലും നിന്നില്ല. അല്ലാഹ് പറഞ്ഞില്ലേ അവിടെ ഉണ്ട്, അല്ലാഹ് പറഞ്ഞില്ലേ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. പിന്നെ ചോദ്യമല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നാലും എവിടെയെന്ന് ചോദിക്കും. അപ്പൊ അല്ലാഹ് കാണിച്ചു തന്നു. ഇപ്പൊ 20-ാം നൂറ്റാണ്ടിലാ കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അല്ലാഹു ചെയ്ത മാതൃകകളാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ചരിത്രമായി നിൽക്കുകയാണ്. ഇതൊക്കെ ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരൊക്കെ റബ്ബിനോട് ധിക്കാരം കാണിച്ചിട്ടുണ്ടോ അവരാരും രക്ഷപ്പെട്ടിട്ടില്ല. യുക്തിവാദങ്ങളൊക്കെ ഒരു തരം ധിക്കാരമാണ്. യുക്തിവാദം ധിക്കാരമാണെന്ന് പറയാൻ കാരണം സ്വന്തം മാതാവിനെയും പിതാവിനെയും നിഷേധിക്കുന്നതിനപ്പുറത്താണ് സ്രഷ്ടാവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ. ഈ പ്രപഞ്ചമുണ്ടായത് എവിടെന്നാന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല. എവിടെ നിന്നുണ്ടായി നമുക്കറിയില്ല. സിംഗുലാരിറ്റി, ഏകത്വം, മലയാളത്തിൽ എന്താ പറയാന്നറിയില്ല. സിംഗുലാരിറ്റി എന്ന ഒരു അവസ്ഥയിൽ നിന്നാണ്. ഈ സിംഗുലാരിറ്റി എവിടെ നിന്നുണ്ടായി? ഫ്രം നത്തിങ്. അത് സയൻസ് അല്ലല്ലോ. സയൻസ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ കോസ് ആൻഡ് ഇഫക്ട്സ്, ദ ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്ട്സ്. ഒരു കാരണം വേണം ഒരു കാര്യം നടക്കാൻ. ഇതാണ് സയൻസ്. വെറുതെ ഉണ്ടാവുന്ന അത് മാജിക് പറഞ്ഞ പോലെ സയൻസ് എന്ന് പറയാറെങ്കിലും ഇവര് പറയും ഞങ്ങളൊക്കെ ശാസ്ത്രത്തിന്റെ ആൾക്കാരാണ്. എന്നിട്ട് പറയണത് പച്ചാബദ്ധം, വെറുതെ ഉണ്ടായി. എവിടെ നിന്ന് വന്നു ഈ ഡിസൈൻ? പ്രപഞ്ചത്തിലെല്ലാ ഈ ഇലകൾക്ക് പോലും ഡിസൈൻ ഉണ്ട്. 1 മില്യണിലേറെ 10 ലക്ഷത്തിലേറെ വരുന്ന മറൈൻ സ്പീഷീസ്, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് ചെടികളുണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ്. എത്രയധികം ഫ്രൂട്ട്സുകൾ. ഇവിടുത്തെ കാലാവസ്ഥയും അന്തരീക്ഷത്തിൽ കിടക്കുന്ന അത്ഭുതങ്ങൾ എത്രയാണ്. ഇതൊക്കെ വെറുതെ ഉണ്ടായിന്നാണോ? മനുഷ്യന്റെ ബുദ്ധി ഇത് വെറുതെ ഉണ്ടാവോ? For every design there should be a designer. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം. ഒരു ആറ്റം, ഒരു മൂലകം എടുത്ത് പരിശോധിച്ചാൽ മതി, അത്ഭുതമാണ്. ആറ്റം എന്ന ചെറിയ സാധനം അത്ഭുതമാണ്. How come these minute sophisticated programs happen without a big mastermind? അല്ലാഹു, നിങ്ങൾ അല്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് മടി ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു സൃഷ്ടാവെന്നെങ്കിലും മിനിമം പറയണ്ടേ? എവിടുന്ന് മനുഷ്യന് നന്മതിന്മയെ കുറിച്ചുള്ള ബോധം വന്നു? ദ ലോ ഓഫ് മൊറാലിറ്റി എവിടെ നിന്ന് കിട്ടി? പഠിച്ചോൻ വേണം തരണമെങ്കിൽ. ലൈഫ്, there should be an originator of life. ജീവൻ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ഉണ്ടായത്. എന്നാൽ കെമിക്കൽ ഉപയോഗിച്ച് ജീവൻ ഉണ്ടാക്കട്ടെ? കഴിയൂല. അല്ലാഹ് ഉണ്ടാക്കിയ ജീവന്റെ ഒരു ജീനെങ്കിലും കിട്ടാതെ, ഒരു DNA എങ്കിലും കിട്ടാതെ നിങ്ങൾക്ക് ജീവൻ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ജീവൻ ഡെവലപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ എന്ത് ശാസ്ത്രം പറഞ്ഞാലും ഇല്ലായ്മ ഉണ്ടാക്കാൻ പറ്റുമോ? കഴിയൂല. ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, കഴിയൂല. ദ ഒറിജിനേറ്റർ ഓഫ് ലൈഫ് ഇതിനൊന്നും ഉത്തരല്ല.
ഏറ്റവും വലിയ ധിക്കാരമാണ് പടച്ചോനില്ല എന്ന് പറയുന്നത്. ധിക്കാരം എന്നതിന് പറയുന്നത്. മേശപ്പുറത്ത് തീൻമേശയിൽ ഭക്ഷണം രാവിലെ കിട്ടിയിട്ട് മുഴുവനായിട്ട് വയറ് നിറച്ച് ഭക്ഷിച്ചിട്ട് അവൻ പറയാണ്, ഈ ഭക്ഷണം എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതല്ല, കിച്ചണിൽ വർക്ക് ചെയ്തതല്ല, ഇത് അങ്ങനെ താൻ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ഇതിലേറെ ഗുരുതരമല്ലേ ഈ പ്രപഞ്ചത്തെ കുറിച്ച് അവർ പറയുന്നത്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത്. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സമയം എൻ്റെ ഭാഷയിൽ 10 മണിയായിട്ടുള്ളൂ. 11:30 സുബ്ഹാനല്ലാഹ്. ഞാൻ വാച്ച് ടൈമിങ് മാറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സമയം ആയിട്ടില്ലല്ലോ. ബക്കറ്റ് കൊടുക്കില്ല ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ചെലവിലേക്ക് സമയം ഇങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ സമയം കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 4 മണിക്കൂറും കൂടെ ഉള്ളൂ. പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെലവിലേക്ക്, നമ്മുടെ ഈ പരിപാടിയിലേക്ക് കഴിയാവുന്ന എൻ്റെ അടുത്ത് ഒരു ഇന്ത്യൻ പൈസയും കയ്യിലില്ല കേട്ടോ. ഞാൻ ഷാഫിൻ്റെ അടുത്ത് വാങ്ങിക്കോളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും കഴിയുന്ന സഹായം ചെയ്യണം. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുല്ലിരുന്നാലോ, ഒന്ന് ഫ്രഷ് ആയിട്ട് അല്ലേ. ബിസ്മില്ലാ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യൊക്കെ ഒന്ന് പൊക്കി ഒന്ന് താഴ്ത്തിയായിട്ടൊക്കെ 2-3 പ്രാവശ്യം ചെയ്തെങ്കിൽ നല്ല റാഹത്തുണ്ടാവും. ഈ ഷോൾഡർ ഇങ്ങനെ തിരിച്ചാൽ നമ്മൾ ഹാർട്ടൊക്കെ ശരിയായി ഫങ്ഷൻ ചെയ്യുന്ന പറയല്. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമാണ്. മനുഷ്യ ശരീരം അത്ഭുതമാണ്. അൽഹംദുലില്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അധികം വൈകാതെ നമുക്ക് വേഗം വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ശുദ്ധമായ ഖുർആൻ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും വിനയാന്വിതരായി നടക്കാനുമാണ് പഠിപ്പിക്കുന്നത്. ഇദാ മശത് ഉമ്മത്തിൽ മുതൈതാ وخدمتهم فارس والروم سلط الله بعضهم على بعض എന്ന് പരിശുദ്ധ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ മശത് ഉമ്മതി അൽ മുതൈതാ, എൻ്റെ ഉമ്മത്തികൾ അഹങ്കരിച്ച് നടക്കാൻ തുടങ്ങിയാൽ, അഹങ്കരിച്ച് നടക്കുക. വഖദമതുഹും ഫാരിസ് വറൂം, റോമക്കാരും പേർഷ്യക്കാരും എൻ്റെ ഉമ്മത്തികൾക്ക് ഖാദിമുകളായി വരാൻ തുടങ്ങിയാൽ, സല്ലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, എൻ്റെ ഉമ്മത്തിനെ മേൽ ചിലരെ കൊണ്ട് ചിലരെ അല്ലാഹു അധികാരം ഏൽപ്പിക്കും. എൻ്റെ ഉമ്മത്തിന് തകർച്ചകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങളോടാണ് ചോദിച്ചത് ഒരു സ്വഹാബി, യാ റസൂലല്ലാഹ് അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വല അൽ ഖുസ്തൻതിനിയ അമിർ റൂമിയ. നബിയേ, ജസീറത്തുൽ അറബിന്റെ പുറത്ത് കിടക്കുന്ന 2 മഹാനഗരങ്ങൾ, ഒന്ന് ഇറ്റലിയിലാണ്, ഒന്നിപ്പോ തുർക്കിയിലാണ്. ഈ 2 നഗരങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വല, ഇതിലേത് നഗരമാണ് നബിയെ ആദ്യമായിട്ട് കീഴടക്കപ്പെടുന്നത്? അൽ ഖുസ്തൻതിനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ? അതായത് ഇന്നത്തെ ഇസ്തംബൂൾ. ഇസ്തംബൂൾ അവിടെ അതാതുർക്ക് എയർപോർട്ട് ഉണ്ട്, വേറെ എയർപോർട്ട്, ഇപ്പോൾ സബീഹ എയർപോർട്ട്, വേറെ 2 എയർപോർട്ട് ഉണ്ട്, വലിയ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ. സുബ്ഹാനല്ലാഹ്. ഒരു ഭാഗം ഭൂമി കൊണ്ട് ഇസ്തംബൂളിന്റെ പ്രധാനപ്പെട്ട ഭാഗം യൂറോപ്പിലാണ്, ഇപ്പുറത്ത് ഒരു ഭാഗം ഏഷ്യയിൽ. സ്വഹാബി ഉണ്ട് അവിടെ. നബി തങ്ങൾക്ക് ആദ്യമായി മദീനയിൽ തങ്ങൾ വന്നപ്പോൾ ഹബീബിന് വിരുന്ന് കൊടുക്കാൻ ഭാഗ്യമുണ്ടായ സ്വഹാബി, ഏതൊരു സ്വഹാബിയുടെ വീടിന്റെ മുറ്റത്താണോ നബി തങ്ങളുടെ ഒട്ടകം കാലുകുത്തിയത്, ആ സ്വഹാബി അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു
ആ സ്വഹാബി അന്ത്യവിഷമം കൊള്ളുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. ഇന്നത്തെ ഇസ്തംബൂളിന്റെ യൂറോപ്യൻ സൈഡിലാണ് മഹാനവറുകളുടെ മഖാമുള്ളത്. അയ്യൂബ് സുൽത്താൻ എന്നാണ് അവർ വിളിക്കുക. അയ്യൂബ് സുൽത്താൻ, അവര് ബിക്ക് പീന്ന് അങ്ങനെ എഴുതുക, അവരെ തുർക്കി ഭാഷ. അയ്യൂബ് സുൽത്താൻ, അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബിയെ അവർ സുൽത്താൻ എന്നാ വിളിക്കുക. സുബ്ഹാനല്ലാഹ്. 80 വയസ്സുള്ളപ്പോഴാണ് മഹാൻ അങ്ങോട്ട് ഒരു ദഅവത്തിന്റെ ഭാഗമായി അങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ച് വഫാത്തായി അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങള്. അവരൊക്കെ പറഞ്ഞു, സ്വഹാബിയായ തങ്ങളെ, നിങ്ങൾ പോകണോ? വൃദ്ധരല്ലേ, നിങ്ങൾക്ക് പ്രായമില്ലേ? ആയത്തോതി കൊടുത്തു, ഇൻഫിറൂ ഖിഫാഫൻ ഖിഫാഫൻ വസിഖാലല്ലേ, ഇൻഫിറൂ ഖിഫാഫൻ വസിഖാല. നിങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നതിനർത്ഥമുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് വാർദ്ധക്യമാണെങ്കിലും ഞാൻ പോരും എന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് ഇറാഖിലൂടെ കടന്നു വന്ന്, സിറിയ കടന്ന് ഇറാഖിലൂടെ കടന്നു വന്ന് തുർക്കിയിലെ ഇസ്തംബൂൾ വരെ യാത്ര ചെയ്ത സ്വഹാബിയാണ് അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ജീവിച്ചിരിക്കെ സ്വഹാബിമാർ ചോദിച്ചു, നബിയേ, അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വല, ഏത് നഗരമാണ് നബിയെ ആദ്യമായി കീഴടക്കപ്പെടുന്നത്? അൽ ഖുസ്തൻതീനിയതു അമിർ റൂമിയ, ഇറ്റലിയിൽ കിടക്കുന്ന റോം പട്ടണമാണോ, അതല്ല റോമക്കാരുടെ ഭരണം നടക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണമാണോ? ഏതാണ് നബിയെ ആദ്യമായി ഇസ്ലാമിന്റെ പരിധിയിലേക്ക് വരുന്ന നഗരം ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചു. അയാ സോഫിയ പള്ളി എന്ന് പറയുന്നത് 1300 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. 1300 കൊല്ലം കാണേണ്ട സംഭവമാണ്. അതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഒരു ഹൈറ്റ്, അതിന്റെ ഒരു എടുപ്പ്, യാ അല്ലാഹ്. അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വലൻ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ കൊടുത്ത മറുപടി അൽ ഖുസ്തൻതീനിയ, ഖുസ്തൻതീനിയയാണ് ആദ്യമായി ജയിച്ചടക്കുന്നത്. നിഅമൽ ജയ്ഷു ജയ്ഷുഹാ വ നിഅമൽ അമീറു അമീറുഹാ. അതുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു എക്സ്പെഡിഷൻ ഉണ്ടാകും. അതിന്റെ സൈനിക നേതാവ് എത്ര നല്ല നേതാവാണ്, ആ സൈന്യം എത്ര നല്ല സൈന്യമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ സംഭവം തങ്ങൾ പറഞ്ഞ് 800 വർഷങ്ങൾക്ക് ശേഷമാണ് പുലരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സയ്യിദുനാ മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹി അവരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യമായി ഇസ്ലാമിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്, പടയോട്ടം നയിച്ചത്. അതിനുശേഷമാണ് ഉസ്മാനി ഭരണകൂടങ്ങൾ വരുന്നത്. 800 കൊല്ലം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് 800 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യത്തെ പ്രവചനം പുലർന്നു. ഇനി ഒരു പ്രവചനം കൂടെ ബാക്കിയുണ്ട്, അതാണ് റൂമിയ. അതും ഖിയാമത്തിന്റെ മുമ്പ് നടക്കുമെന്ന് നബി തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേർഷ്യക്കാരെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, പേർഷ്യ കിസ്റ ബിൻ ഹുർമുസിന്റെ മകൻ കിസ്റയുടെ കോട്ടയും അയാളുടെ കൊട്ടാരങ്ങളും അയാളുടെ സമ്പത്ത് വകകളെല്ലാം ദീനിന്റെ ഖസാനയിലേക്ക് വരുമെന്ന് തങ്ങൾ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ചെന്ന സൈന്യം, ആ സൈന്യങ്ങളുടെ കരങ്ങളാൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഖസാനയിലേക്ക് ലക്ഷക്കണക്കിന് മുത്തുകളും പവിഴങ്ങളുമാണ് കിസ്റയുടെ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്നത്. മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹൗലാഇ ലഉമനാ, ഈ ദൗത്യം ചെയ്ത മുഴുവൻ ആളുകളും സത്യസന്ധരാണ്, ഇവർ മുഴുവൻ ആളുകളും സത്യസന്ധരാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ എന്നവരെ, കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിൽ മനോഹരമായ കാർപ്പറ്റ്, ആ കാർപ്പറ്റിൽ മുത്തുകളും പവിഴങ്ങളാലും നിൽക്കുന്ന ചെടികളും പൂക്കളും, അത് യഥാർത്ഥ പൂക്കളല്ല, പക്ഷേ റൗണ്ട് ദ ഇയർ കൊല്ലം മുഴുവനും അവിടെ വസന്തമായി അയാൾക്ക് തോന്നത്തക്ക വിധം മുത്തുകളാൽ പവിഴങ്ങളാൽ വിവിധ നിറങ്ങളാലുള്ള പ്രഷ്യസ് സ്റ്റോണുകൾ ഉപയോഗിച്ച്, ഡയമണ്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ മനോഹരമായ ഒരു കാർപ്പറ്റ്. അത് ഭാരമായിരുന്നു,
കഷ്ണങ്ങളാക്കി മുറിച്ച് 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 100 കണക്കിന് ഒട്ടകങ്ങൾക്ക് പുറത്താണ് അത് മദീനയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുമ്പിൽ ഉമർ എന്നവർക്ക് അത് വിരിച്ചു കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് അത് ഉണ്ടായിരുന്നത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു അത് മുഴുവൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മുത്തുപോലും അതിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ടില്ല, ഒരു മുത്തുപോലും ചാടിപ്പോയിട്ടില്ല. ഒരു സ്വഹാബിയെങ്കിലും ഒരു മുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാനുള്ള വലിയൊരു വരുമാനം അതുകൊണ്ട് കിട്ടുമായിരുന്നു. ഒരു സ്വഹാബിയും അത് ചെയ്തില്ല. അപ്പോഴല്ലേ ഉമർ എന്നവർ പറഞ്ഞത്, ഇന്നഹാ ഉലൈ ലഉമനാ, ഈ ദൗത്യം ചെയ്ത മുഴുവൻ ആളുകളും സത്യസന്ധരാണ്, ഉമന ആണ്, സത്യസന്ധരാണ്. ഏറ്റവും വലിയ സത്യസന്ധതയുടെ ഉദാഹരണമാണ്. കാരണം അവര് വിചാരിച്ചെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് നഷ്ടപ്പെടുമായിരുന്നു. ഒന്നും നഷ്ടമായിട്ടില്ല. അന്നേരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഉമറേ, അവർ സത്യസന്ധത കാണിച്ചതിൽ എന്ത് അത്ഭുതമാണുള്ളത്. നിങ്ങൾ സത്യസന്ധത കാണിച്ചപ്പോൾ അവർ സത്യസന്ധരായി. വലൗ റതഅത ലറതഉ, നിങ്ങൾ ആഡംബരപ്രിയനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരും അങ്ങനെ ആകുമായിരുന്നു. ഉമറേ, നിങ്ങൾ അങ്ങനെ അല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ ശിഷ്യന്മാർ ഈ നിലക്കായത്. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തങ്ങൾ പറയുന്ന ഹദീസിലേക്ക് വരാം. ഇദാ മശത് ഉമ്മതി അൽ മുതൈതാ, എന്റെ ഉമ്മത്തികൾ അഹങ്കാരത്തോടെ, അഭിമാനബോധത്തോടെ, അഹങ്കാരത്തോടെ നടക്കുന്ന ഒരു നടത്തം നടക്കാൻ തുടങ്ങിയാൽ, വഖദമതുഹും ഫാരിസ് വറൂം, പേർഷ്യയും റോമും, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ, റോം എന്ന് പറയുമ്പോൾ തുർക്കി, പേർഷ്യയും റോമും ഇവർക്ക് ഖിദ്മത്ത് എടുക്കുന്ന അവസ്ഥയും വന്നാൽ, അത് രണ്ടും വന്നു കഴിഞ്ഞു. ആ രണ്ട് പ്രദേശങ്ങളും ഇസ്ലാമിലേക്ക് വന്നു. സല്ലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, ഈ ഉമ്മത്തിൽ ചില ആളുകൾ ചിലരുടെ മേൽ അധികാരം ചെലുത്തുകയും ഈ ഉമ്മത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബി ഞങ്ങൾ പറയുമായിരുന്നു. ഇദാ മശത് ഉമ്മതി അൽ മുതൈതാ, അതുകൊണ്ട് അഹങ്കാരമുള്ള വസ്ത്രം, അഹങ്കാരത്തിന്റെ നടത്തം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ലാ യദ്ഖുലുൽ ജന്നത മൻ ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ, അഹങ്കാരം താൻ മറ്റുള്ളവരെക്കാളും മീതയാണ് എന്ന ഒരു തോന്നൽ, താൻ ഒറ്റക്ക് ഉഷാറാണെന്ന് തോന്നുമ്പോൾ ഇജാബ് ഉജ്ബ് എന്ന് പറയും. ഞാൻ വേറെ മറ്റൊരാളെക്കാൾ, മറ്റു പലരെക്കാളും മീതയാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിന് കിബിർ എന്ന് പറയും. രണ്ടും വലിയ മാരകമായ ഡ്രെഡ്ലി ഡേഞ്ചറസ് അസുഖമാണ്. നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കാളും താഴെയാണെന്നാണ് വിചാരിക്കേണ്ടത്. നമ്മളെപ്പോഴും മറ്റുള്ളവരെക്കാളും താഴെയാണ്. ഒരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ അല്ലാഹുവേ, ആ കുട്ടി ഞാൻ ചെയ്ത പോലെ തെറ്റ് ചെയ്യാത്ത നല്ല ശുദ്ധിയുള്ള മോനാണല്ലോ, മോളാണല്ലോ. നമ്മളെക്കാളും പ്രായം കൂടിയവരെ കാണുമ്പോൾ അല്ലാഹുവേ, ഞാൻ ജീവിച്ച ഈ കാലത്ത് ഞാൻ ചെയ്ത അമലിനേക്കാളൊക്കെ എത്രയോ അമലുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഭാഗ്യമുണ്ടായ ആളായിരിക്കുമല്ലോ അദ്ദേഹം അല്ലെങ്കിൽ ആ സഹോദരി. അപ്പോഴും അവർ എന്നെക്കാളും മീതയാണ്, ഞാൻ താഴെ തന്നെയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട നീതിമാന്മാരായ ഭരണാധികാരികളിൽ, ഖുലഫാഉർ റാഷിദുകളിൽ അഞ്ചാമനാണ് എന്നറിയപ്പെടുന്ന അമവി ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, തങ്ങളുടെ മകൻ ആസിം എന്നവരുടെ പരമ്പരയിൽ വരുന്ന മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്. അവര് ഭരണാധികാരിയാവുന്നതിന്റെ മുമ്പ് റോയൽ ഫാമിലിയിലെ ആളുകൾക്ക് പ്രത്യേക നടത്തുണ്ടായിരിക്കും, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും. അവർക്ക് അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അവരൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെ മക്കളെ പോലെ ഇങ്ങനെ നാണം കുടുങ്ങി ഇങ്ങനെ കയ്യും കാലും അവിടെയൊക്കെ വെച്ചിട്ട് അവരൊക്കെ വളരെ സ്റ്റഡി ആയിട്ട് ഒരു പ്രത്യേക നടത്തവും അവർ പ്രത്യേക ഒരു മൂവ്മെന്റ് അങ്ങനെ ട്രെയിനിങ് കൊടുക്കും അവർക്ക്. റോയൽ ഫാമിലി കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും, പ്രസിഡന്റുമാരുടെ മക്കൾ അങ്ങനെ ആയിരിക്കും. അപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ ആ നടത്തം പഠിച്ചുകൊണ്ടിരിക്കുക. ആ നടത്തവുമായി മഹാനായ ത്വാഊസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന കർമ്മശാസ്ത്ര പണ്ഡിതനും ആത്മീക ജ്ഞാനങ്ങളുടെ നേതാവുമായ ഇമാം ത്വാഊസ് തങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോയപ്പോ മഹാനായ ത്വാഊസ് എന്നവർ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ചെറുപ്പക്കാരന്റെ ആ ഊരക്കൊരു കുത്തുകൊടുത്തിട്ട് പറഞ്ഞു, ലൈസത് ഹാദിഹി,
മിഷിയതു മൻ മലഅ ബത്നഹു ബിൽ ഖറാഅ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വയറ്റിൽ കാഷ്ടമുണ്ടാവൂലേ, അങ്ങനെ വയറിൽ കാഷ്ടവുമായി നടക്കുന്ന ഒരു മനുഷ്യൻ നടക്കുന്ന നടത്തമല്ല കേട്ടോ ഇത്. ഇതൊരു മനുഷ്യൻ നടക്കേണ്ട നടത്തല്ല എന്നതിന്റെ അർത്ഥം. നീ എങ്ങോട്ടായി അഹങ്കരിക്കുന്നത്? 4 പ്രാവശ്യം വയറ്റുന്നു പോയാൽ നമ്മൾ കിടക്കും. അതിന്റെ അർത്ഥം എന്താ? ആ വിസർജ്യം കുറച്ചെങ്കിലും ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നത്. അത് അള്ളാഹു നമ്മുടെ ദഹന പ്രക്രിയയെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് ഓർപ്പിക്കാൻ, പിന്നെ നിന്റെ വയറ്റിനുള്ളിലെ മുന്തിയ കുറെ സാധനങ്ങളാന്ന് വിചാരിക്കേണ്ട. നീ കഴിച്ച ഭക്ഷണമൊക്കെ ഇപ്പോ കാഷ്ടമായി മാറിയിട്ടുണ്ട്. അതും വയറ്റിൽ വെച്ചിട്ട് ഈ നടത്തം നടക്കുകയാണോ എന്ന് ചോദിച്ചു മഹാനായ അല്ലാമ ത്വാഊസ് റഹ്മത്തുള്ളാഹി അലൈഹി. മുഹമ്മദ് ഇബ്നു വാസി എന്ന നമ്മൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി, ഖുതൈബത്ത് ഇബ്നു മുസ്ലിം എന്നവരൊക്കെ അദ്ദേഹത്തിന്റെ ദുആ പ്രതീക്ഷിക്കാൻ, യുദ്ധങ്ങൾ ജയിക്കാൻ. അവരുടെ മകൻ ഇങ്ങനെ നടന്നപ്പോ പറഞ്ഞു, മോനെ എന്ത് നടത്താ ഇതൊക്കെ, കൂൾ ഡൗൺ, ഇങ്ങനെയൊന്നും അഹങ്കരിച്ച് നടക്കല്ലേ മോനെ. ഉമ്മുക ഇശ്തറൈതുഹാ ബിമിഅതൈ ദിർഹമിൻ, 200 ദിർഹം കൊണ്ട് ഞാൻ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിച്ചവളായിരുന്നു നിന്റെ ഉമ്മ. നിന്റെ വാപ്പയായ ഞാൻ ഫല അക്സറല്ലാഹു ഫിൽ മുസ്ലിമീന മിൻ അംസാലിഹി, എന്നെ പോലെ അധികം ആളുകളെയൊന്നും അല്ലാഹുവേ നീ ഉണ്ടാക്കരുതേ, ഞാൻ അത്രയും മോശക്കാരനാണെന്ന് വിചാരിക്കുന്നവരാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ ഫഹാദിഹിൽ മിശ്യതു യുബ്ഗിദുഹ അല്ലാഹ്, ഈ നടത്തം അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ പിന്നാലെ കുറച്ച് സ്വഹാബിമാർ താബിഈങ്ങൾ നടന്നപ്പോ, ഒരു വലിയ ആലിമാണ്, ആലിമീങ്ങളുടെ പിന്നിൽ ഇങ്ങനെ നടക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ ഇങ്ങനെ സ്വഹാബിമാർ കൂട്ടമായി നടന്നപ്പോ താബിഈങ്ങൾ, റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനവറുകൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്റെ പിന്നിൽ വരുന്നത്? ഹാദിഹി മദില്ലത്തുൽ ലിത്താബിഈ വഫിത്നത്തുൽ ലിൽമത്ബൂഅ്, കൂടെ നടക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ സ്ഥാനത്തിന് കുറവാണ്, ഇത് നിങ്ങൾക്കൊരു നിസ്സാരതയാണ്. വഫിത്നത്തുൽ ലിൽമത്ബൂഅ്, ആരെയാണോ നിങ്ങൾ പിന്തുടരുന്നത്, ഇവിടെ ഞാനാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫിത്നയാണ്, ഇതൊരു പരീക്ഷണമാണ്. നിങ്ങളൊക്കെ കൂടെ നടക്കുമ്പോ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ഞാൻ എന്നെ പറ്റി വിചാരിക്കൂലേ? എന്തിനാ നിങ്ങൾ അങ്ങനെ അവസരം ഉണ്ടാക്കുന്നത്? എല്ലാരും പോയിക്കോ എന്ന് പറഞ്ഞു, കൂടെ നടക്കാൻ വിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതൊരു ഫിത്നയാണ്, ഫിത്നത്തുൽ ലിൽ മത്ബൂഅ്. അത്രയും കണിശമായിട്ടാണ് ആലിമീങ്ങൾ ഹൃദയത്തിന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് അന്ന് പഠിച്ചത്. സുബ്ഹാനല്ലാഹ്. ഹാദിഹി മദില്ലത്തുൽ ലിത്താബിഇ വഫിത്നത്തുൽ ലിൽ മത്ബൂഅ് വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. എന്തിനാണ് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് നടക്കുന്നത് ഭൂമിയിൽ? ഈ ഭൂമിയെ പിളർത്താനോ ആകാശത്തോളമോ മലകളോളം പൊങ്ങാനോ മനുഷ്യ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. നിനക്കൊന്ന് വിനയാന്വിതനായി നടന്നുകൂടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്. അറിവ് കൊണ്ട് അഹങ്കാരം വന്നുപോയേക്കാം. ഇന്നലിൽ ഇൽമി തുഗ്യാനൻ അശദ്ദ മിൻ തുഗ്യാനിൽ മാൽ. സമ്പത്തുണ്ടായാൽ ഒരു മനുഷ്യന് അഹങ്കാരം വരുന്ന പോലെ ചില ആളുകൾക്ക് ഇൽമുണ്ടായാൽ അഹങ്കാരം വന്നേക്കാം. ചില ആളുകൾ ഇബാദത്ത് കൊണ്ട് അഹങ്കരിച്ചേക്കാം. ഒരുപാട് ഇബാദത്ത് ചെയ്യുമ്പോ അവരൊക്കെ നരകത്തിലാണ് എന്ന് അയാളുടെ ഖൽബിൽ ഇങ്ങനെ തോന്നിയേക്കാം. ചില ആളുകളുടെ സ്ഥാനവും മഹത്വവും കൂടുമ്പോൾ താഴെയുള്ള ആളുകൾ തന്നെക്കാളും നിസ്സാരന്മാരാണ് എന്ന് കണ്ണിന്റെ വാൽക്കണ്ണുകൊണ്ട് നോക്കുകയോ കവള് മുഖം തിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിൽ കിബറിന്റെ അഹങ്കാരങ്ങൾ കാണിച്ചേക്കാം. യാ അല്ലാഹ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഈ മസ്ജിദിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ആരെങ്കിലും വിളിച്ചു പറയുകയാണ്, ലിയഖും ശർറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരായ ആളുകളൊക്കെ എഴുന്നേൽക്കിൻ എന്നിവിടെ ആരെങ്കിലും വിളിച്ചു പറയുകയാണെങ്കിൽ ലഖാമ മാലിക് ഇബ്നു ദീനാർ, മാലിക് ഇബ്നു ദീനാർ എന്ന ഞാനാണ് ആദ്യം ഇവിടെ എഴുന്നേൽക്കുക എന്ന് മഹാനായ മാലിക് എന്നവര് മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഒരു
ഇരുമ്പ് പണിക്കാരന്റെ കൈ ചുട്ടുപഴുത്ത് ഇരുമ്പ് കൈ കൊണ്ട് പച്ചയിൽ പിടിച്ച ഒരു ചരിത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ച നാട്ടില് പരിപാടി ഉണ്ടായിരുന്നു. വളരെ അത്ഭുതമുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ അനുഭവമാണ്. വലിയ ആലിമാണ്. ലൗ ഖാല അഹദുൻ ബിബാബിൽ മസ്ജിദി ലിയഖും ശർറുൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും ഷർറായ ആളുകൾ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ ലഖാമ മാലിക് ഇബ്നു ദീനാർ, ഞാൻ എവിടേക്കും തിരിഞ്ഞു നോക്കില്ല, ജനങ്ങളിൽ ഷർറായ ആൾ ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ ബോധ്യം. യാ അല്ലാഹ്. അതാഉസ്സലമി റളിയല്ലാഹു അൻഹു, റഹ്മത്തുള്ളാഹി അലൈഹി, അതാഉസ്സുലമി റളിയല്ലാഹു അൻഹു, അങ്ങാടിയിലെങ്ങാനും സാധനങ്ങൾക്ക് വില കൂടിയാൽ സ്വന്തം വയറ്റത്ത് കൈപിടിച്ചുകൊണ്ട് പ്രസവവേദന അനുഭവിക്കുന്ന ഒരു പെണ്ണിങ്ങനെ നടക്കുന്ന പോലെ അങ്ങാടികളിലൂടെ നടന്നുകൊണ്ട് മഹാൻ പറയുമായിരുന്നത്രേ, കുല്ലു ഹാദാ ബിസബബി അതാ, ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വിലക്കയറ്റമുണ്ടായത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സാധനം വാങ്ങിക്കാൻ പറ്റാതെ പോകുന്നത്. ഈ അത്വാ മരിച്ചാൽ നിങ്ങൾക്ക് സമാധാനമാവും, എന്റെ മരണം വരെ നിങ്ങളൊന്ന് സഹിക്കണേ, ഞാനാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയുമായിരുന്ന അത്വാഉസ്സുലമി റളിയല്ലാഹു അൻഹു. ഹജ്ജ് നടക്കുമ്പോൾ അറഫാ ദിനത്തിൽ അള്ളാഹു എല്ലാവർക്കും നിരുപാധികം പുറത്തു കൊടുക്കുമെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ച അറഫാ ദിനമുണ്ടല്ലോ, ആ അറഫയിൽ മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വചനമുണ്ട്, അല്ലാഹുവേ ലാ തറുദ്ദഹും മിൻ അജലി, പാപികളായ ആളുകൾക്ക് മുഴുവൻ നീ പുറത്തു കൊടുക്കുമ്പോൾ ഞാൻ ബക്ർ ഇബ്നു അബ്ദുല്ലാഹി ഈ ഹജ്ജിന് വന്ന കാരണത്താൽ എന്നെ നീ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഈ ആളുകളുടെ ദുആ നീ സ്വീകരിക്കാതെ കളയരുത് റബ്ബേ, ഞാൻ കാരണം ഒരാൾക്കും അവരുടെ ദുആ നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് അറഫയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ മഹാനാണ് ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു. മഹാന്മാർ അങ്ങനെയാണ് വിചാരിക്കുന്നത്, അവരവരെ പറ്റി അങ്ങനെയാ ചിന്തിക്കുന്നത്. അബൂ സുലൈമാൻ അദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി, വല്ലാഹി ലാ യസ്തതിഉ അഹദുൻ അൻ യദഅനി അക്സറ മിൻ വദഇ ലിനഫ്സി, എന്നെ ആരും പൊക്കി പറയരുത്, എന്നെ ആരും ഉയർത്തരുത്, എന്നെ ആരും സുഖിപ്പിക്കണ്ട, എന്നെ കുറിച്ച് പുകഴ്ത്തി ആരും ഒന്നും പറയണ്ട, എന്നെ കുറിച്ച് എനിക്കറിയുമല്ലോ, എനിക്കറിയുന്നതിലേറെ നിങ്ങൾക്കാർക്കാണ് എന്നെ പറ്റി അറിയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും എന്റെ അവസ്ഥയിൽ എന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പൊക്കി പറയുന്നത്. നിങ്ങളാരും എന്നെ പൊക്കി പറയല്ലേ, എന്റെ അവസ്ഥയെ എനിക്കറിയാമെന്ന് പറഞ്ഞ മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഹജ്ജിന് പോയൊരു വലിയ ചരിത്രമുണ്ട്. ആ ഹജ്ജിന് പോകുന്നതിനിടക്ക് അവർ വിശ്രമിക്കാൻ ഇറങ്ങിയ മദീനക്കടുത്തൊരു ഖൈമ കെട്ടിയപ്പോ അവരൊരു പെണ്ണ് വന്നവരെ ഫിത്നയിലേക്ക് ക്ഷണിച്ചതിന് മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും അനുഭവിച്ച ഒരു വലിയൊരു ത്യാഗമുണ്ട്, ഒരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവം. യാ അല്ലാഹ്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയുന്നു, ഇദാ ദുകിറസ്സാലിഹൂന ഫഉഫ്ഫിൽ ലീ വഉഫ്, സജ്ജനങ്ങളെ പറ്റി പറയുമ്പോൾ സജ്ജനങ്ങൾ എഴുന്നേൽക്കൂ, സജ്ജനങ്ങൾ ഇങ്ങോട്ട് വരൂ, സജ്ജനങ്ങൾക്ക് നാളെ സ്വർഗമാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ എന്റെ നാശമേ, എന്റെ നാശമേ, അതിൽ ഞാൻ പെടാറായിട്ടില്ലല്ലോ, എന്നിൽ ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടിട്ടില്ലല്ലോ എന്ന് സ്വന്തത്തെ നിരൂപിച്ച മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നു, ഞാൻ ജീവിച്ചു പോയ ചില ആളുകൾ അവരുടെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കള്ളനാണോ എന്ന് എനിക്ക് തോന്നും. ഈ മഹാനെ പറ്റി നമ്മൾ എന്താ പറയാ? അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ്. ഹദീസിൽ ഒരു ഖലീഫയുണ്ടെങ്കിൽ ആ ഖലീഫയാണ് അൽ ഹസനുൽ ബസ്രി. അങ്ങനത്തെ മഹാൻ. ചില മഹാന്മാരുടെ കൂടെ സാഹിബ്തു അഖ്വാമൻ കുൻതു ബിജാനിബിഹിം കൽലിസ്വി, ഞാൻ ചില ആളുകളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. സ്വാഹബ്തു അഖ്വാമൻ കുൻതു ബിജാനിബിഹിം കൽലിസ്, അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ കള്ളനാണോ എന്നാണ് എനിക്ക് എന്നെ പറ്റി തോന്നുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ അവസാനം എങ്ങനെയാകും എന്നറിയാതെ നമുക്ക് ആർക്കും അഹങ്കരിക്കാൻ കഴിയില്ല. ആഖിബത്ത് എങ്ങനെയാണ്?
വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. ഒരാൾക്കും അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ രക്ഷപ്പെടുക സാധ്യമല്ല. ലൻ യുനജ്ജിയ അഹദം മിൻകും മിനൻ നാരി അമലുഹു. ഒരാളുടെയും അമല് കൊണ്ട് നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. വലാ അൻത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങും അങ്ങനെ തന്നെയാണോ? ബലാ ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി. അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷപ്പെടുക സാധ്യമല്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്ത് പാലം അങ്ങ് കടന്നു കിട്ടണം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആ പാലം കടന്നു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ പറയുന്നൊരു വാക്ക് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കാരുണ്യവും നിന്റെ സഹായവും ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുക സാധ്യമല്ലായിരുന്നു റബ്ബേ. അതുകൊണ്ട് മുഅ്മിനെ റബ്ബിനോട് ചോദിക്കുക, അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാ. അല്ലാഹുവേ, മോശപ്പെട്ട രോഗങ്ങൾ, മോശപ്പെട്ട ചിന്തകൾ, മോശപ്പെട്ട കർമ്മങ്ങളും മോശമായ സ്വഭാവങ്ങളും എന്നിലില്ലാതെ നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ഇറക്കുക. കരുണയുള്ളവരായി, സൽ സ്വഭാവികളായി, വിട്ടുവീഴ്ച ചെയ്യുന്നവരായി, പുറത്തു കൊടുക്കുന്നവരായി, ദേഷ്യപ്പെട്ടാൽ നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നവരായി, നമ്മൾ മറ്റാരെക്കാളും താഴെയാണ്, നമ്മൾ ആരെക്കാളും മീതയായിട്ടില്ല എന്നു തന്നെ ചിന്തിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായി ജീവിച്ച് നാളെ സജ്ജനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന മരണം പോലെ കലിമ ചൊല്ലി റാഹത്തായി സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനേ. തൂബാ ലിമൻ തവാദഅ ഫീ ഗൈരി മൻഖസ. എല്ലാ പൂർണ്ണതയും അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ താഴ്മ കാണിക്കുന്നവരാണെങ്കിൽ, വദുല്ലിൻ ഫീ ഗൈരി മസ്കനത്തിൻ, നിങ്ങൾക്ക് ദാരിദ്ര്യമൊന്നുമില്ല, നിങ്ങൾ സമ്പത്തുള്ളവരാണ്, എന്നിട്ടും നിങ്ങൾ താഴ്മയിൽ പെരുമാറുന്നവരാണെങ്കിൽ, വഅൻഫഖ മാലൻ ജമഅഹു ഫീ ഗൈരി മഅസിയ, തിന്മയിലൂടെയല്ലാതെ ഹലാലായി നിങ്ങൾ സമ്പാദിച്ചത് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കാണ് സർവമാന നന്മകളും. വറഹിമല്ലാഹു അഹ്ലൽ ദുല്ലി വൽ മസ്കന വഖാലത അഹ്ലൽ ഫിഖ്ഹി വൽ ഹിക്മ. സമ്പാദ്യമില്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകള്, വളരെ താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവേ നീ അവർക്ക് റഹ്മത്ത് ചെയ്യണമേ. അവര് ഇൽമിന്റെയും ഉലമാഇന്റെയും പണ്ഡിതന്മാരുടെയും ഹാഫിളീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും കൂടെ ജീവിക്കുമ്പോൾ ഏത് പാവപ്പെട്ടവർക്കും അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അല്ലാഹു ഈ ഒരു സദസ്സിലേക്ക് നമുക്ക് വന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, സ്വഭാവ ശുദ്ധീകരണത്തോടുകൂടെ ഇന്നത്തെ ഈ രാത്രിയിൽ നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഖൽബിൽ ആരോടും വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, ആരോടും പ്രതികാര ബുദ്ധിയില്ലാതെ എല്ലാവർക്കും നിരുപാധികം മാപ്പ് ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ, നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. അല്ലാഹു അവിടേക്കാണ് നോക്കുന്നത്, നിങ്ങളുടെ കുപ്പായത്തിന്റെ കളർ അല്ലാഹു നോക്കുന്നില്ല. അല്ലാഹു നോക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ്. ആരോടും വെറുപ്പുണ്ടാവല്ലേ, എവിടം ആരോടും അസൂയ തോന്നല്ലേ. അല്ലാഹു നൽകുന്നതാണ് മനുഷ്യർക്ക് മുഴുവൻ, അത് തിരിച്ചെടുക്കാൻ അധികാരം അല്ലാഹുവിന് മാത്രമാണ്. നമ്മളാരും ആരെയും ഉപദ്രവിക്കല്ലേ. എല്ലാവർക്കും നന്മ വരണം എന്നാഗ്രഹിക്കണേ, എല്ലാവരും രക്ഷപ്പെടണം എന്നാഗ്രഹിക്കണം, എല്ലാവരും നാളെ സ്വർഗത്തിലെത്തണം എന്ന് കൊതിക്കണം. അങ്ങനത്തെവരാ മുഅ്മിനീങ്ങൾ. ആ സജ്ജനങ്ങളിലായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിപാടി നാളെ ഇൻഷാ അല്ലാഹ്
ബഹുമാന്യരായ കാഞ്ഞാർ അഹമ്മദ് കബീർ ബാഖവി അവറുകൾ ഇവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട്. വൈകുന്നേരം 7 മണി മുതൽ ഇൻഷാ അല്ലാഹ് സ്നേഹഭാഷണം നിസാറുദ്ദീൻ ദാഇ ടൗൺ കുമ്മിൽ ജമാഅത്ത് ഇമാമാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണമുണ്ട്. റബ്ബുൽ ആലമീനായ അല്ലാഹു ഈ പരിപാടിയും ഈ സംഗമവും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ പുണ്യം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. മുഹമ്മദ് റിൻസാദ് 10,000 രൂപ കിളിമാനൂർ അദ്ദേഹം ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ റബ്ബ് പൂർത്തിയാക്കി കൊടുക്കട്ടെ. നാളെ പരലോകത്തേക്കും ദുന്യാവിലേക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്വതക്കയായി അല്ലാഹു അത് സ്വീകരിക്കട്ടെ. എല്ലാ മാസവും ഇവിടുത്തെ കറണ്ട് ബില്ലടക്കുന്നതിന് അറഫ ഗോൾഡ് ലത്തീഫ് സാഹിബ് സഹായം ചെയ്യുന്നുണ്ട്. റബ്ബേ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു എന്നിവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ബന്ധുമിത്രാദികൾ, നമ്മുടെ ഉസ്താദുമാർ, ഷായിഖന്മാർ, നമ്മൾ ആരോടൊക്കെ കടപ്പാടുകളുണ്ടോ നമുക്ക് ജീവിതത്തിൽ, അവരുടെയൊക്കെ ഹർവിയായ വിജയത്തിന് വേണ്ടി നമ്മളൊക്കെ രക്ഷപ്പെടാനും. ഒരു സഹോദരൻ 6,666 രൂപയുടെ മകൻ ഹാഫിളാകാൻ വേണ്ടി മാഷാ അല്ലാഹ്, അല്ലാഹു സദഖയുടെ കാരണം കൊണ്ട് ആ മകൻ അല്ലാഹു ഹാഫിളും ആലിമും മുത്തഖിയുമായി ജീവിക്കാനുള്ള ഖുർറത്തു ഐനായ മക്കളായി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കാരുണ്യവാനായ അല്ലാഹുവേ, അല്ലാഹുവേ ഈ വിശുദ്ധമായ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, വളരെ ശാന്തമായ വളരെ സുന്ദരമായ ഒരു കാലാവസ്ഥയിൽ ഈ മജ്ലിസിൽ ഇരിക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് പറയാനും അവസരമുണ്ടായതിന് ആരൊക്കെ കാരണക്കാരാണോ, ഈ പരിപാടിക്ക് ആരൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ, അല്ലാഹു ഇവിടെ വരുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകിയും അല്ലാതെയും കസേര വിരിക്കാനും എടുത്തു വെക്കാനും ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം, ഇവിടുത്തെ ലൈറ്റ്, ഇവിടുത്തെ അറേഞ്ച്മെന്റുകൾ, ഇവിടുത്തെ അതിഥികൾക്ക് വരാനുള്ള സൗകര്യം ചെയ്തതടക്കം ആരൊക്കെ എന്തൊക്കെ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാര്, അല്ലാഹുവേ എല്ലാവർക്കും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖൈറതിന് പകരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ പടച്ചവനെ. ഞങ്ങളുടെ സ്വഭാവങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. അർഹമർ റഹീമായ അല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നിന്റെ വിശുദ്ധമായ കലാമും ഹബീബിന്റെ സുന്നത്തും അവിടുത്തെ ഹദീസുകളും അവിടുത്തെ ഇർഷാദാത്തുകളും അവിടുത്തെ സ്വഹാബിമാരുടെ ജീവിതവും താബിഈങ്ങളും അവിടുത്തെ അത്ബാഉകളും കാണിച്ചു തന്ന മഹാന്മാരുടെ ജീവിത മാതൃകകൾ ജീവിതത്തിലേക്ക് പകർത്താൻ തൗഫീഖ് നൽകണേ റബ്ബേ. കാരുണ്യവാനായ അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ മറന്നുപോയ തെറ്റുകളടക്കം ഞങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് പോലുമുണ്ട് അല്ലാഹുവേ. നീ മറക്കുന്നില്ലല്ലോ റബ്ബേ. ലാ തഖുദുഹു സിനതും വലാ നൗം, ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കാത്ത റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, ഞങ്ങൾക്ക് കടപ്പാടും ബന്ധവുമുള്ളവർ, ഇൽമിന്റെ പേര് ഞങ്ങൾ അനുകരിക്കുന്നവർ, അല്ലാഹുവേ, അല്ലാഹുവേ എല്ലാവർക്കും നീ മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരിച്ചുപോയവർ, ബന്ധുമിത്രാദികളിൽ മരിച്ചുപോയവരുണ്ട്, അവർക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിലെ അസുഖങ്ങൾ നിനക്കറിയുമല്ലോ, ചെറുതും വലുതുമായ വേദനകൾ നീ ശിഫ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളെന്ന് ഞങ്ങൾ ഭയക്കുന്ന അസുഖങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മനസ്സുകൾക്കിടയിൽ സ്നേഹവും അടുപ്പവും നിലനിർത്തണേ റഹ്മാനെ. മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്നേഹബന്ധത്തിലാക്കണേ റബ്ബേ. ആരെല്ലാം അല്ലാഹുവേ വഴക്കിലും പിണക്കത്തിലുമാണോ അവർക്ക് നന്നാവാനുള്ള തൗഫീഖ് കൊടുക്കണേ റബ്ബേ. ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പോ അസൂയയോ പകയോ പകരം വീട്ടണമെന്ന തോന്നലോ ഒന്നുമില്ലാത്ത സംശുദ്ധമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. റബ്ബേ, ശുദ്ധമായ ഹൃദയമുള്ളവരെയല്ലോ നീ സ്വീകരിക്കുന്നത്.
വിനയാന്വിതരായി താഴ്മയുള്ളവരായി കോപം കടിച്ചടക്കുന്നവരായി അഹ്നഫ് ഇബ്നു ഖൈസ് എന്നവരുടെയും അവരുടെ ഗുരുനാഥന്റെയും ചരിത്രം ഞങ്ങൾ കേട്ടു റബ്ബേ. ഞങ്ങൾക്ക് അത്രയൊക്കെ ആകാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്. എന്നാലും റബ്ബേ, സജ്ജനങ്ങളോട് ഞങ്ങൾ ഇഷ്ടമുള്ളവരാണ്, അവരെ പോലെ ആകണമെന്ന് കൊതിക്കുന്നവരാണ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. കാരുണ്യവാനേ, കടബാധ്യതകളിൽ വിഷമിക്കുന്നവരാണ് റബ്ബേ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ വിടാനുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാ. അതിൻ്റെ തടസ്സങ്ങളെ നീ നീക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ജോലിയും കച്ചവടവും ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നിയോജ്യമായ റിസ്ഖ് നൽകണേ റബ്ബേ. പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ഉന്നത വിജയവും നൽകണേ റബ്ബേ. പ്രത്യേകിച്ച് ഹിഫ്ദിന് പഠിക്കുന്ന മക്കൾ അല്ലാഹുവേ, അവരുടെ ഹിഫ്ദിൽ നീ അവരെ സഹായിക്കണേ റബ്ബേ. നിന്റെ ഭാഗത്തു നിന്നുള്ള കാവൽ അവർക്കുണ്ടാകണേ റബ്ബേ. അവരെ എല്ലാ നിലയിലും നീ വിജയത്തിലേക്ക് എത്തിക്കുമല്ലോ റബ്ബേ. കാരുണ്യവാനായ അല്ലാഹുവയുടെ മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും അവരുടെ ശഫാഅത്തിലായി നാളെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ജീവിക്കുന്ന അവസാന സെക്കൻഡ് വരെയും അറിവ് വർദ്ധിക്കാനും തഖ്വയുണ്ടാവാനും ഇൽമുണ്ടാവാനും ഇബാദത്ത് വർദ്ധിക്കാനും ആഖിറത്തിലേക്ക് വിജയിക്കാൻ കാരണമായ അസ്ബാബുകളിൽ ഇടപെടാനും റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മദാരിസുകൾ, മആഹിദുകൾ, ദീനി സ്ഥാപനങ്ങൾ, മസ്ജിദുകൾ റബ്ബേ നിന്റെ കാവലിലാക്കണേ റബ്ബേ. ഞങ്ങളുടെ നാടിനെ സുരക്ഷിതമാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അല്ലാഹു, ഐക്യവും ഒരുമയും സ്നേഹവും എന്നും മതസൗഹാർദ്ദവും നിലനിൽക്കുന്ന നാടായി ഈ നാടിനെ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളാരും മദ്യപാനം, മയക്കുമരുന്നുകളിലേക്ക് പോകാതെ മോശപ്പെട്ട ഗാങ്ങുകളിൽ ചെന്ന് പെടാതെ റബ്ബേ, ഞങ്ങളുടെ മക്കൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് റബ്ബേ കടന്നു പോകുന്നത്. ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകാതെ ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എവിടെയാണോ നീ മരണം വിധിക്കുന്നത് ആ നേരം കലിമ ചൊല്ലി റാഹത്തോടെ സന്തോഷത്തോടെ സ്വർഗലോകം കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്റെ ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നാളെ വന്ന് കിടക്കുന്ന ഖബർ വിശാലമാക്കി തരണേ റബ്ബേ. അല്ലാഹു അവിടം സുഗന്ധപൂരിതമാക്കണേ റബ്ബേ. അല്ലാഹുവേ, മലക്കുകളാൽ സന്തോഷിപ്പിക്കപ്പെടുന്നവരിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, നാളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും നാളെ നിന്റെ പരിശുദ്ധമായ ലിഖാഇന് ഞങ്ങൾക്ക് തൗഫീഖും നൽകണമേ റഹ്മാനേ. മരണത്തിന് മുമ്പ് ഒരുപാട് ഹജ്ജും ഉംറയും ഹബീബിനെ സിയാറത്തും മറ്റ് അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങളെ സന്ദർശിക്കാനുമുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. നന്മയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന സജ്ജനങ്ങളുടെ കൂടെ ഞങ്ങളെ ആക്കിത്തരണമേ തമ്പുരാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ردنا والمسلمين إلى دينك ردا جميلا. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأعل كلمتك إلى يوم الدين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين.